ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്താൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ മുന്നോട്ട് പോകുന്ന ഈ പഠന പദ്ധതി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ്, പങ്കെടുക്കുന്നവർക്കും. ഒപ്പം നിങ്ങളോട് ഡോക്ടർ അനിത പറഞ്ഞ പോലെ ഒരപേക്ഷയുള്ളത്, ഇത് പറ്റുന്ന മാക്സിമം പേരിലേക്ക് എത്തിക്കുക. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം മാത്രമല്ല, ആത്മീയതയിലുള്ള ഒരു കാര്യമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ളത് ഒരാഗ്രഹത്തോടു കൂടി നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാകുക. അപ്പോൾ നമുക്കറിയാമല്ലോ, കൊടുക്കുന്തോറും ഏറിടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അറിവ്. അറിവെന്ന് പറഞ്ഞാൽ നോളജ് അല്ല, ജ്ഞാനമാണ്. ഒരുപക്ഷെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ പിന്നെ പിന്നെ മനസ്സിലായി, ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ പ്രായം കൊണ്ടും പക്വത കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആർജിച്ച് കിട്ടേണ്ട, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൊടുക്കുന്തോറും ഏറിടുന്ന ഒരു കാര്യമാണ് ജ്ഞാനം. വിജ്ഞാനം കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്. പണം കൊടുക്കുന്തോറും ഏറിടും. അതുകൊണ്ട് പണം കിട്ടുന്നില്ല എന്നോ അല്ല പണമില്ല എന്നോ വിചാരിക്കേണ്ട, പണം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം നിങ്ങൾ കണ്ടതുപോലെ അധികം പരിചയമില്ലാത്ത ഒരു വിഷയമാണെന്ന് എനിക്കറിയാം. എന്നെ ശ്രമിക്കുന്ന ഡോക്ടർമാർ പോലും ഈ ഇന്നത്തെ ടോപ്പിക് ഫരീഞ്ചിയൽ ഡക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഞാൻ കേട്ടിരുന്നില്ല എന്നുള്ളത് ഞാനിവിടെ സമ്മതിക്കുകയാണ്. എവിടെയൊക്കെ പഠിച്ചപ്പോൾ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ എംബ്രിയോളജി ഒക്കെ പഠിച്ച കാലത്ത് പഠിച്ചതാണ്. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലിനിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഇന്ന രോഗം ഫരീഞ്ചിയൽ ഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആണെന്നോ ഒന്നും ആരും നമ്മളെ പഠിപ്പിച്ചിരുന്നില്ല. മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന, അല്ലെ കൺവെൻഷണൽ മെഡിസിനിലാണെങ്കിലും ആ രീതിയിലൊരു ക്ലിനിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിസീസസ് ഇല്ല. അപ്പൊ ആദ്യമായിട്ട് GNM അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൂടാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നത്, നമ്മൾ ഈ വേദിയിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പുതിയ അറിവാണ്, ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു അറിവ്. ലോകത്തിൽ ആദ്യമായിട്ട് ഈ അറിവ് കൊടുത്ത ആള് ഡോക്ടർ റൈക്കെ ജെ ഹാമർ എന്ന് പറയുന്ന ജർമ്മൻ ഡോക്ടറാണ്. അപ്പോ 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ എന്നാണ് ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഡോക്ടർ ശശിധരൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പോസ്റ്റേഴ്സ് കിട്ടുമ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കണം. അപ്പോൾ 5 ബയോളജിക്കൽ ലോസ് പഠിക്കാതെ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ 5 ബയോളജിക്കൽ ലോസ് വളരെ ഡീപ്പായിട്ട് പഠിക്കണം. അതാണ് ഡോക്ടർ ശശിധരൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ ടോപ്പിക്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മൾ എംബ്രിയോളജിയും ബ്രെയിനും കഴിഞ്ഞതിന് ശേഷം ഓരോ ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം വൈസ് ആയിട്ടുള്ള ഡിസീസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലാരിങ്സ് വരെ എത്തി, ലങ്സ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഫരിഞ്ചിയൽ ഡക്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഒരു ഓർഗൻ, അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെ ബാധിച്ചാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു രോഗ ഡയഗ്നോസിസിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ
എന്നിട്ടും നമ്മൾ കുറേ പേര് ഇത് സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് എന്നെ ശ്രമിക്കുന്ന മിക്കവർക്കും അറിയാം. ഫാരിങ്സും ലാരിങ്സും. അടുത്ത ദിവസത്തെ ക്ലാസ് ഫാരിങ്സിനെ കുറിച്ചാണ്. ഫാരിങ്സിന് ഓറോ ഫാരിങ്സ് ഉണ്ട്, നേസൽ ഫാരിങ്സ് ഉണ്ട്, നമ്മൾ താഴത്തേക്ക് പോകുന്ന. അപ്പോൾ അതൊരു ഏരിയയാണ്. അതിനെക്കുറിച്ച് ധാരാളം അറിയാം, പക്ഷെ എല്ലാം അറിയില്ല. അത് അടുത്ത ദിവസം ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറയും. ഇത് ഫാരിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ ഫാരിഞ്ചിയൽ ഡക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ, ഡക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാവുന്ന 2 എണ്ണം ഉണ്ട്. വൺ ഓൺ റൈറ്റ് സൈഡ്, വൺ ഓൺ ലെഫ്റ്റ് സൈഡ്. ബട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എക്സ്റ്റേണലി. അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ചെവിയുടെ ബാക്കിൽ നിന്നും തുടങ്ങി അത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ മീഡിയാസ്റ്റൈനം എന്ന് പറയും. അതായത് ലങ്സ് ടിഷ്യൂവിൻ്റെ നടുക്കൂടെ ഇറങ്ങി ലങ്സിൽ അവസാനിക്കുന്ന ഒരു ഡക്റ്റാണ് ഫാരിഞ്ചിയൽ ഡക്റ്റ്. അപ്പൊ എങ്ങനെയാണ് അത് ഫാരിങ്സുമായിട്ട് റിലേറ്റഡ് ആണെന്നത് എംബ്രിയോളജി പഠിച്ചാലേ മനസ്സിലാകുള്ളൂ. എംബ്രിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മയുടെ വയറ്റിൽ രൂപം കൊള്ളുന്ന ആ സമയം മുതൽ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന സമയം വരെയുള്ള ഡെവലപ്മെന്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഡെവലപ്മെന്റൽ നോളജാണ്. പക്ഷെ GNM പഠിക്കുമ്പോൾ എംബ്രിയോളജി മാത്രം പോരാ, അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് എവല്യൂഷണറി നോളജും വേണം. ഡോക്ടർ ഹാമർ വളരെയധികം പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച 2 കാര്യങ്ങളാണ്. ഇത് 2 പാരലായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എംബ്രിയോളജി ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ എവല്യൂഷണറി നോളജ് അല്ലെ നോളജ് ഓഫ് എവല്യൂഷൻ. എല്ലാ ജീവജാലങ്ങളിലും ഈ എവല്യൂഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എംബ്രിയോളജി ആയിട്ട് പാരലായിട്ട് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. എങ്കിൽ പോലും ഡോക്ടർ ഹാമർ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ 2 നോളജും സൈഡ് ബൈ സൈഡ് പാരലായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ടോപ്പിക്കുകളും അങ്ങനെയാണ്. നമ്മൾ ലാരിങ്സ് പഠിക്കുമ്പോഴും അല്ലെ നേസൽ മ്യൂക്കോസ പഠിക്കുമ്പോഴും ലങ്സ് പഠിക്കുമ്പോഴും ഒക്കെ ഈ എംബ്രിയോളജിയും അതിൻ്റെ കൂടെ ഈ എവല്യൂഷനും കൂടെ സൈഡ് ബൈ സൈഡ് പഠിച്ചാൽ മാത്രമേ അത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്കെല്ലാം എവല്യൂഷനെ കുറിച്ച് ഉള്ള ചുരുക്കം അറിവ്, ലൈഫ് ബിഗാൻ ഇൻ ദി ഓഷ്യൻ അല്ലെങ്കിൽ വാട്ടറിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. അല്ല ഉണ്ടായി, ജന്മം കൊണ്ടു അല്ലെങ്കിൽ രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ ഇതെല്ലാം സർവൈവൽ. അതിൻ്റെ ടോപ്പിക്കിലേക്ക് ഞാൻ ഒന്നുകൂടെ പോവുകയാണെങ്കിൽ ദി പാത്വേസ് ഓഫ് സർവൈവൽ. കാരണം ജന്മൻ കൊള്ളുന്ന ഏത് ജീവിക്കും അത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം തന്നെയാണ് രോഗം എന്ന് പഠിക്കുന്നതിലാണ് GNM നോളജ് വരുന്നത്. അപ്പോൾ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മീൻസ് ഏത് ജീവജാലത്തിൻ്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് ബയോളജിക്കൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ബയോളജിക്കൽ പ്രോഗ്രാം നടക്കുന്നത് ബയോളജിക്കൽ കോൺഫ്ലിക്ട്സിനെ എങ്ങനെ അതിജീവിക്കണം, അല്ലെങ്കിൽ ആ കോൺഫ്ലിക്ട്സ് ഒക്കർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പ്രോഗ്രാം ആണ് യഥാർത്ഥത്തിൽ നമ്മൾ രോഗം എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിന് എല്ലാം വളരെ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനിൽ മാത്രമല്ല എല്ലാ പ്രോഗ്രാമിലും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കോസേഷൻ ഓഫ് ഡിസീസ് അല്ലെങ്കിൽ കോസേഷൻ ഓഫ് ദിസ് പ്രോഗ്രാം അല്ലെങ്കിൽ ദി ട്രിഗറിംഗ് പോയിന്റ് ഈസ് എ കോൺഫ്ലിക്റ്റ്. ആൻഡ് ഇറ്റ്സ് എ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്, ഇറ്റ് ഈസ് സൈക്കിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ നമ്മുടെ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. ആ റിയാക്ഷൻസ് വരുന്ന സിംറ്റത്തിനാണ് നമ്മൾ ഡിസീസ് എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ശശിധരൻ എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. പതിവ് പോലെ ഇതും ഒരു സർവൈവൽ മെക്കാനിസമാണ്. സർവൈവൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഹെറന്റ് പ്രോഗ്രാം നമ്മളെ പ്രാപ്തയാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗതി. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനായിട്ട് എന്താ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലങ്സ്, ഞാൻ ഇന്ന് ചിന്തിച്ച കാര്യം. പലരും ചിന്തിക്കും ലങ്സിന്റെ ആൽവിയോളൈ പ്രോഗ്രാം, നമ്മൾ ലങ്സിനെ കുറിച്ച് കഴിഞ്ഞ സ്റ്റഡി ചെയ്തു. അപ്പൊ ആൽവിയോളൈ എൻഡോഡേൻ ഡിറൈവേറ്റീവ്സ് ആണ്, controlled by the brain stem ആണ്. And therefore during the conflict activity there will be multiplication of cells അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ. അതാണ് നമ്മൾ
പറയുന്ന ലങ് ട്യൂമേഴ്സ് അല്ലെ ലങ് ക്യാൻസർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ലങ് ക്യാൻസർ ഉണ്ടായാൽ എങ്ങനെയാണ് ശ്വാസം കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. ബിയോണ്ട് ദാറ്റ് ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ്. നമ്മളിപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഒരു കമ്പാരിസൺ ആണ്. നമുക്കിപ്പോൾ കാറ് കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് ആക്സിഡൻറ്റിൽ കൊളീഷൻ വരുമ്പോൾ ഈ പാസഞ്ചേഴ്സിനെ അല്ലെ ട്രാവലേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്തുള്ള എയർ ബാഗുകളുള്ളത്. പക്ഷെ നമ്മൾ എടുത്ത് ചോദിക്കുകയാണ്, ഈ എയർ ബാഗ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആരും മരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ആ മാനുഫാക്ചേഴ്സ് ഓഫ് ദാറ്റ് വെഹിക്കിൾ ഹാസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ് സർട്ടൻ പ്രോഗ്രാംസ്. അതെന്താണ്? ഡ്രൈവർ സീറ്റിന്റെ മുൻപിൽ ഒരു എയർ ബാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ കോ പാസഞ്ചറിന്റെ അടുത്തുണ്ടാവും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് അതിന്റെ അപ്പുറത്ത് ഒരു ആക്സിഡന്റ് നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. എന്തുകൊണ്ട് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് പ്രകൃതി ഈ സാഹചര്യത്തിൽ നിന്നും ഈ പറയുന്ന പർട്ടിക്കുലർ സബ്ജക്റ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ കമ്പയർ ചെയ്തത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ലങ് ട്യൂമേഴ്സ് ആർ ദേർ, ബട്ട് നമ്മുടെ കാഴ്ചപ്പാടിലാണ് അതെന്തോ അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം, അതുകൊണ്ട് റിമൂവ് ചെയ്യണം, അതുകൊണ്ട് ലങ് ഓപ്പൺ അല്ലെങ്കിൽ നമ്മുടെ തൊറാക്സ് ഓപ്പൺ ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ള നമ്മുടെ ഇത് വരുന്നു. നമ്മുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ഇഫ് യു ആർ ഫൈൻഡിങ്, അത് എക്സ്റേ എടുക്കാൻ പോയാലേ നമ്മൾ അവിടെ ഒരു ട്യൂമർ ഉണ്ടെന്ന് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ MRI എടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ ലങ്സിൽ ഒരു ട്യൂമർ ഉണ്ടോ. സോ എല്ലാ സിംറ്റംസിലും നമ്മളോട് ലക്ഷണങ്ങളിലൂടെ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ആണ് കൂടുതലുള്ള. ഹോമിയോപ്പതിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, GNM അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബൈ ദി സിംറ്റംസ് ഇറ്റ്സെൽഫ് യു ക്യാൻ കം ടു എ കൺക്ലൂഷൻ വിച്ച് ടിഷ്യൂ ഈസ് അഫക്റ്റഡ്. ആ ടിഷ്യൂവിൽ അഫക്റ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സിംറ്റംസ് പുറത്തേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് അതിൻ്റെ റെസൊല്യൂഷൻ നടത്താനായിട്ട് നമ്മുടെ സൈക്കി പ്രാപ്തനാക്കത്തക്ക രീതിയിലുള്ള നടപടികൾ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വളരെ മിനിമമായിട്ട്, അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ട് GNM-നെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക്. വീണ്ടും ഞാൻ തിരിച്ചു വരികയാണ്. എന്താണ് സർവൈവൽ? ഇപ്പൊ സർവൈവൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടി കർമ്മത്തിൽ, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടാവ് ഈ സൃഷ്ടിക്കപ്പെട്ട ഈ സൃഷ്ടജാലങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം തന്നെയാണ് ഡിസീസ്. അപ്പോൾ ഈ സർവൈവലിനും കൂടെ വേണ്ടിയിട്ട്, ഞാൻ ഒത്തിരി പ്രാവശ്യം ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിലൊരു വേറൊരു ആൻറ്റി വൈറൽ പ്രോഗ്രാം മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം മോഡേൺ ടെലിഫോണിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആൻറ്റി വൈറൽ പ്രോഗ്രാം അതിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കണം. അതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ വരുമെന്നും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ത്രെട്ട് വരുമെന്നും, ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാകുമെന്നും, ആ സമയത്ത് ഇന്ന രീതിയിലാണ് നിങ്ങൾ സർവൈവലിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ഉള്ളിൽ ഈ പ്രോഗ്രാം തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി ഓഫ് GNM അല്ലെങ്കിൽ GHK. ആ രീതിയിൽ നമ്മൾ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാരിഞ്ചിയൽ ഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ അതിൽ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാരിഞ്ചിയൽ ഡക്റ്റ് ഇന്ന് അതിൻ്റെ ഒരു റൂഡിമെന്ററി ഫേസിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ അല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒന്നും അതിൻ്റെ അകത്ത് കാണുന്നില്ല. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കും, തൈറോയിഡ് പഠിക്കും. പറയും തൈറോയിഡ് ഡക്സ് എന്ന് പറയുന്നത് ഇന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും കാണത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ റൂഡിമെന്ററി സ്റ്റേജിൽ മാത്രമാണ് നമ്മുടെ തൈറോയിഡിൻ്റെ അകത്തുള്ളത്, തൈറോയിഡ് ഡക്സ്. ബിക്കോസ് ആസ് ഓൾ ഓഫ് യു നോ, തൈറോയിഡ് ഈസ് ആൻ എൻഡോക്രൈൻ ഓർഗൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് ആ ഗ്ലാൻഡിൽ നിന്ന് തന്നെ ഹോർമോൺസ് പോവുക ചെയ്യും. അതിന് പ്രത്യേകിച്ച് ഡക്റ്റ് ഇല്ല. പക്ഷെ GNM പറയുന്നു ദർ ഈസ് എ ഡക്റ്റ്. അതിലുണ്ടാകുന്ന ട്യൂമേഴ്സ്, അതാണ് നമ്മൾ തൈറോയിഡ് ഡക്സ് എന്ന് പറഞ്ഞ് ഇനി അടുത്ത ദിവസം പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഫാരിഞ്ചിയൽ ഡക്സ്, ദേ ആർ ദി റെമനൻസ് ഓർ റിമൈനിങ് പോർഷൻ ഓഫ് ദാറ്റ് എവല്യൂഷണറി ആയിട്ടുള്ള അനോളജിയിൽ നിന്ന് കിട്ടുന്ന GILL. കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചെകിള എന്ന് പറയുന്ന ആ അവയവം, അത് മത്സ്യത്തിലാണുള്ളത്. അപ്പോൾ മത്സ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ചെകിളകൾ. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അത് ആക്ച്വലി ഓക്സിജൻ എടുക്കുക, ഫിൽട്ടർ ചെയ്യുക, ഓക്സിജനേഷൻ നടത്തുക
എക്സ്ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ വൈറ്റൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫരിഞ്ചിയൽ ഡക്ട്സും അതേ ഫങ്ഷനാണ് ഒറിജിനലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫങ്ഷനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ രോഗത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സോ ഈ പറയുന്ന ഫരിഞ്ചിയൽ ഡക്ട്സ് റെപ്രസെൻസ് ഒറിജിനൽ ഗിൽ, GILL, ചെകിള, അവിടെയുള്ള പൂവ്, ചെകിള പൂവെന്നോ എന്തോ മലയാളം എനിക്കറിയില്ല, അതിനെ റെപ്രസെന്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ പ്രാപ്തനാക്കുന്ന ഒരു ആക്സസറി ഓർഗൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ലങ്സ് മാറ്റിയാൽ. അപ്പൊ നമ്മുടെ നേസൽ മ്യൂക്കോസ തുടങ്ങി ഫാരിങ്സിൽ വന്ന്, ലാരിങ്സിൽ വന്ന്, ട്രക്കയിൽ വന്ന് ലങ്സിലേക്ക് പോകുന്നു. അതിന്റെ കൂടെ തന്നെ ഫ്രണ്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ, അതായത് അനിമൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ വെൻ വി ആർ കൺഫ്രണ്ടിങ്, നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു അപകടം ഉണ്ടാകുവാണെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ് ഈ പറയുന്ന ഒറിജിനൽ ഫാരിങ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഫാരിങ്സ് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എംബ്രിയോളജി ഇനിയും വിശദമായിട്ട് പഠിക്കും, പല സമയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലായിട്ട് വാസ് എ സർക്കുലർ ട്യൂബ് ഇൻ ദി ബിഗിനിങ്. അമീബയുടെ കൺസെപ്റ്റിലാണെങ്കിൽ അതിലും എൻഡോഡയം ഉണ്ടായിരുന്നു, എക്ടോഡയം ഉണ്ടായിരുന്നു, മീസോഡയം ഉണ്ടായിരുന്നു. അതിനൊരു അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു സ്പ്ലിറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ വായു ഇവിടെയും മലദ്വാരം അവിടെയും ആയത്. ഇത് ഒരു ട്യൂബ് ആയിരുന്നു. അതുകൊണ്ട് കുറേയേറെ ഫങ്ഷൻസ് ഓഫ് മൗത്ത് ഈസ് ദർ ഇൻ ദി ഏനസ് ഓൾസോ ടു പുട്ട് തിങ്സ് ഔട്ട്. ഇവിടെ നിന്നും പുറത്തേക്കും കളയാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഛർദി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാർപ്പിച്ച് നമുക്ക് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെയും പുറത്തേക്ക് കളയാനായിട്ടും ഉള്ളിലേക്ക് എടുക്കാനായിട്ടും ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ താഴെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ഫംഗ്ഷൻ ഇല്ല, പുറത്തേക്ക് കളയാനുള്ള മാത്രമേ ഉള്ളൂ. അതൊക്കെ വളരെ വിശദമായിട്ട് പല പ്രാവശ്യം റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ 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 ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഞാൻ പലപ്പോഴും പല ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഐ വാസ് സിംപ്ലി എക്സൈറ്റഡ് വെൻ ഐ ഗോട്ട് ദി ഒറിജിനൽ ട്യൂട്ടോറിയൽസ് ഫ്രം കാരോലിൻ. ഞാൻ ആദ്യം ഫിസിക്കലി പോയി ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ട്യൂട്ടോറിയൽ സൈറ്റ്സ് വെച്ചത്. അപ്പൊ അതിന്റെ എംബ്രിയോളജി ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പടങ്ങളൊക്കെ കണ്ടു. അതിൽ നിങ്ങൾക്ക് ലക്കിലി ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ദെയർ ഇൻ ദി വെബ്സൈറ്റ്, നമ്മുടെ ലേണിംഗ് GNM വെബ്സൈറ്റിലുണ്ട്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ എംബ്രിയോളജിക്കൽ നോളജ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള നോളജ്. അപ്പം എംബ്രിയോളജിയും എവല്യൂഷണറി നോളജും പാരലായിട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അതാണ് ഒരു പക്ഷേ GHKയുടെ മോസ്റ്റ് ഫണ്ടമെന്റൽ നോളജ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം ഇത് ഫ്രണ്ടിലാണുള്ളത് ഫാരിങ്സ്, നമ്മുടെ ലോവർ പാർട്ടിൽ ഇത് അതർ എൻഡ് ഇല്ല. അപ്പോൾ ഫ്രണ്ടിൽ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ബിക്കോസ് വി ആർ ഹെഡിങ് ടു എ സിറ്റുവേഷൻ വിച്ച് മേ നോട്ട് ബി ഓക്കെ. അതാണ് നമ്മുടെ ത്രെട്ട്. അപ്പൊ അതെങ്ങനെ ഫേസ് ചെയ്യണം? അപ്പൊ അതിന്റെ ഫങ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകും, അതിന്റെ അനാറ്റമി നിങ്ങൾക്ക് മനസ്സിലാകും, അതുപോലെ അനാറ്റമി ഫിസിയോളജി നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അതിൽ ബാധിക്കാവുന്ന രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാകും ഈ അറിവ്. ഇപ്പൊ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്നവരല്ലേ, ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് പറയുകയാണ്, ഡിസീസ് ഈസ് ഓൾവേസ് എ പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ഇൻ അസ് സംവെയർ ഇൻ ദി പാസ്റ്റ്. അത് എവല്യൂഷണറി ആണ്, അല്ലാതെ നമ്മുടെ ലൈഫിലല്ല. വെൻ വി had our life to start with from the half cell of the father and half cell of the mother, സിംഗിൾ സെൽഡ് ഒറിജിനൽ സെല്ലായിട്ട് അമ്മയുടെ വയറ്റിൽ രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ ഈ പ്രോഗ്രാംസ് എല്ലാം അതിൽ ഇൻസ്റ്റാൾഡ് ആയിരുന്നു. അപ്പൊ എങ്ങനെ ഈ പറയുന്ന എംബ്രിയോളജി പ്രോഗ്രസ് ചെയ്യണം, എങ്ങനെ ലൈഫ് അവസാനം വരെ ഇതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇൻസ്റ്റാൾഡ് ആണ് എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറിവ് നമുക്കുണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ ഈ രോഗത്തെ എപ്പോഴും ഒരു സെൻസിബിൾ, അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന റാഷണൽ എന്ന് വേണമെങ്കിൽ പറയാം, സ്പെസിഫിക് അല്ലെ സിഗ്നിഫിക്കൻ്റ് എന്ന് പറയാം, സിഗ്നിഫിക്കൻ്റ് ബയോളജിക്കൽ പ്രോഗ്രാം ആയിട്ടാണ് രോഗത്തെ GHK പറയുന്നത്. So it's a program, nothing to be afraid. It is there inside. And when and where it needs to be manifested or it needs to be shown, it will be shown. അതിനെ പേടിക്കേണ്ട എന്നുള്ളതാണ് GHKയുടെ ഫണ്ടമെന്റൽ ക്യാച്ച് വേർഡ്, അല്ലെങ്കിൽ എന്താ പറയുക ടാഗ്. ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസസ്. എന്നെ കേൾക്കുന്ന ഡോക്ടർമാർക്ക് ഒരുപക്ഷെ അത് ദഹിക്കത്തില്ലായിരിക്കും. കാരണം രോഗങ്ങളിലെ പിന്നെ ഡോക്ടർമാർക്ക് എന്താ ജോലി എന്നായിരിക്കും ചിന്തിക്കുന്നത്. ജോലി ഉണ്ടാകും, ജോലി ഇരട്ടിയാകും എന്ന് ഞാൻ പ്രോമിസ് തരുവാണ് നിങ്ങൾ GHK പഠിക്കുമ്പോൾ. നിങ്ങൾ രോഗം എന്ന് പറയുന്നത് കാണിക്കുന്ന ലക്ഷണങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കേണ്ട. എന്തുകൊണ്ടാണ് ആ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആ രോഗിയോട് പറഞ്ഞ്, രോഗി എന്ന് വിളിക്കാറില്ല GHKയിൽ, പേഷ്യൻ്റ് എന്നുള്ളൊരു ഉപയോഗമില്ല.
ഡിസീസ് എന്നുള്ള ഒരു ഉപയോഗമില്ല, പത്തോളജി എന്നുള്ള ഒരു വാക്കില്ല. അതെല്ലാം മനസ്സിലാക്കണം. വി ഡോണ്ട് കൺസിഡർ എനിവൺ ആസ് എ പേഷ്യൻറ്റ്. അതെല്ലാം നമുക്കൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറാണ് GHK തരുന്നത്. ഇപ്പൊ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ്പത്രി ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരണം. അവിടെ വരുന്ന എല്ലാം, വേദന എടുത്ത് കരയുന്നു, വേദന മാറ്റണം. നീരുണ്ട്, അത് മാറ്റണം. അല്ലെങ്കിൽ അവിടെ പഴുപ്പുണ്ട്, പഴുപ്പ് മാറ്റണം. ഇങ്ങനെയൊന്നുമില്ലെന്നേ. പഴുപ്പ് ഹീലിംഗ് ആണ്, വേദന ഹീലിംഗ് ആണ്, പനി ഹീലിംഗ് ആണ്. അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളെ അതിജീവിക്കാനായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് GHKയുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡിങ്. ഇത് പിന്നെയും പറയുകയാണ്, എല്ലാ ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് കേട്ടാലേ, അല്ലെങ്കിൽ ഇത് അനേക പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലേ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ മനസ്സിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന കൺവെൻഷണൽ മെഡിസിൻ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിനെ അൺഇൻസ്റ്റോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അൺലേൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ എന്ന് എനിക്ക് 100% തീർച്ചയാണ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. കാരണം നമ്മുടെ മനസ്സിൽ അത്രമാത്രം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കൺവെൻഷണൽ മെഡിസിൻ നമ്മളുടെ ഉള്ളിലേക്ക് ചെലുത്തിയിരിക്കുന്ന, അത് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മുടെ പേരൻസിൻ്റെയും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മൾ പറയുന്ന മുഴുവൻ പേരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദിസ് വിൽ ബി റിപ്പീറ്റഡ്. നിങ്ങളത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വരും. യു വിൽ ബി മോർ ആൻഡ് മോർ കൺവിൻസ്ഡ് അബൌട്ട് ദിസ് ഹോൾ നോളജ്, വിസ്ഡം, and you will be able to spread it, because you cannot resist telling to others such a wonderful thing has come to this world, and therefore you have to spread it. അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് you will be compelled to do that. അത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു മിനിറ്റ് എടുത്തിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്റ്റീൻ കാർഡോസ എന്ന് പറയുന്നത്, ഇതിനകത്ത് പലരും പങ്കെടുത്താണ്. ശശിധരനും അനിതയും ദേവാനന്ദും ഒക്കെ പങ്കെടുത്താണ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പെയ്ഡ് സെമിനാറിനെ കുറിച്ച് പറയും. അപ്പോൾ ഞായറാഴ്ചത്തെ ക്ലാസ് ക്രിസ്റ്റീൻ കാർഡോസ എന്ന് പറയുന്ന കാനഡ ഓണ്ടോറിയോയിൽ നിന്ന് വന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരത്തി 6000 സോഷ്യൽ നെറ്റ്വർക്കിൽ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ 6000 പേരുടെ അടുത്തും പുള്ളിക്കാരത്തിയുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നോളജ് ഷെയർ ചെയ്തു. ജസ്റ്റ് ഇമാജിൻ, 6000 പേരും ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. സോ നമ്മുടെ ഒരു പ്രോഗ്രാം ലോകത്തിൽ ഇപ്പം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വേണേൽ ChatGPT-യോട് ചോദിച്ചു ഹൗ ഇറ്റ് ഈസ് ബീങ് ഡൺ. അത് നമ്മൾ ഇന്ന് ക്ലാസ് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ട് അവിടെ നിർത്തരുത്. യു സ്പ്രെഡ് ഇറ്റ് ലൈക്ക് എനിത്തിങ്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമ്പോഴാണ് ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം, അതായത് ലോകത്തിലെ എല്ലാ ആൾക്കാരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. കുറച്ച് വിശദീകരണം കൂടുതലായി പോകുന്നു, ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ഫാരിഞ്ചിയൽ റീജിയൻ, അതിനെക്കുറിച്ച് പറയാം. ഫ്രണ്ട് റീജിയനിലാണ് ഫാരിങ്സ്. അതായത് നമ്മൾ ഫാരിങ്സ് ആയാലും ലാരിങ്സ് ആയാലും ഈ പറയുന്ന നേസൽ മ്യൂക്കോസ, മൗത്ത് എല്ലാം. ഇപ്പോൾ ഓറൽ ഫാരിങ്സ്, ഓറോഫാരിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. All these important things are placed in the front part of the human organism. It is not only in the human but in animals, all other animals including fish, reptiles. അപ്പോൾ എന്തിനാണ് ഈ ഫ്രണ്ടിൽ ഇത് വെച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് എ ഫിൽറ്ററിങ് ഓർഗൻ, അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ഓർഗൻ, to know whether it is okay for me to take in. ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ഉള്ളിലേക്ക് ഇൻജസ്റ്റ് ചെയ്യുന്നതായാലും ഡ്രിങ്ക് ചെയ്യുന്നതായാലും ബ്രീത്ത് ഇൻ ചെയ്യുന്നതാണ്, ഉള്ളിലേക്ക് എടുക്കാൻ കൊള്ളുന്നതാണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ജീവൻ, അല്ലെങ്കിൽ നമ്മുടെ ഇത് ആ രീതിയിൽ സ്ക്രീനിങ്ങിന് വേണ്ടിയാണ്. അതാണ് ഫാരിങ്സിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, GILL, ഗിൽ എന്ന് പറയുന്ന ചെകിളകളുടെ സ്ഥാനമാണ് നമുക്ക് ഈ ഫാരിഞ്ചിയൽ ഡക്റ്റ് എന്നുള്ളത്. അത് ചെവിയുടെ പുറകിൽ നിന്നും തുടങ്ങി ഈ കഴുത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് മീഡിയാസ്റ്റേനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേർണത്തിൻ്റെ ബാക്കിൽ കൂടെ മീഡിയാസ്റ്റേനത്തിൽ പോയിട്ട് അവിടെ അത് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ പത്തോളജി എന്ന് സാധാരണ അറിയപ്പെടുന്ന രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഇതിൻ്റെ ഇവിടം മുതൽ ഈ ലങ്സിൽ വരെയും എത്താം. ലങ്സ് എന്ന് പറഞ്ഞാൽ ആ ഓർഗൻ, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ആൽവിയോളർ ലങ് ടിഷ്യൂവിലല്ല, ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ ദി മീഡിയാസ്റ്റൈൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഓർക്കേണ്ടത്, ഈ ഓർഗൻ ഒറിജിനേറ്റിംഗ് ഫ്രോം, നമുക്കറിയാമല്ലോ, ജർമിനൽ ലെയേഴ്സ്, 4 ലെയേഴ്സ് നമ്മൾ പറഞ്ഞു.
endoderm, mesoderm, ectoderm. Mesoderm again divided into old mesoderm and new mesoderm. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ectoderm derived ആണ് ഈ ടിഷ്യൂ, pharynx. അപ്പം it is not endoderm, therefore it is not controlled by the brainstem. It is originating from the ectoderm and therefore it is controlled by the cortex, cerebral cortex. Which part of the cerebral cortex? That is important. It is controlled by the brain relay എന്ന് പറയും. Brain relay is in the pre-motor cortex. നമ്മൾ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് വേണേൽ പറയാം. ഫ്രോണ്ടൽ ആ അർത്ഥം അതിൻ്റെ അകത്ത് തന്നെയുണ്ട്, ഫ്രോണ്ടൽ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലാണ്, നമ്മൾ അതിൻ്റെ കോൺഫ്ലിക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഫ്രണ്ടിലാണ് അത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലോബിനെയാണ് നമ്മൾ പ്രീ മോട്ടോർ എന്ന് പറയുന്നത്. ആ മോട്ടോർ അല്ല ആ കോർട്ടെക്സിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതുള്ളത്. അത് ഞാൻ ഒത്തിരി ഇമേജസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാം. അല്ലെങ്കിൽ ലേണിംഗ് GNM തന്നെ എടുത്തിട്ടാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലേണിംഗ് GNM വായിച്ചേ മതിയാവൂ. അതുകൊണ്ട് learninggnm.com വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ടുഡേ വി ആർ ലുക്കിംഗ് അറ്റ് ദി forgotten brachial structures. ബ്രാങ്കിയൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കുറേയേറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് എംബ്രിയോളജിയിലെ ബ്രാങ്കിയൽ ആർച്ച് എന്ന് പറയുന്ന ഒരു എവല്യൂഷന്റെ ഭാഗമായി എംബ്രിയോളജിയുടെ ഭാഗമായിട്ട് അവിടെ നിന്നാണ് നമ്മുടെ അയോട്ട, നമ്മുടെ കൊറോണറി ആർട്ടറീസ്, കൊറോണറി വെയിൻസ്, അസെൻഡിങ് അയോട്ട, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, സബ്ക്ലേവിയൻ ആർട്ടറീസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വൈറ്റൽ ആയിട്ടുള്ള ആർട്ടറീസ് വിച്ച് സപ്ലൈ ദ ബ്ലഡ് ടു ദി ഇമ്പോർട്ടൻറ്റ് ടിഷ്യൂസ് ലൈക്ക് ബ്രെയിൻ, ഹെഡ്, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന അതേ വശത്തു നിന്ന് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ഈ ബ്രേക്കിയൽ അല്ല ഈ ആർട്ടറി ഈ ഡക്റ്റ്, ഫരിഞ്ചൽ ഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ നമ്മളതിനെ ബ്രാങ്കിയൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അതിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന സിസ്റ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ പത്തോളജി എന്ന് പറയുന്നില്ല, ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു അവസ്ഥ, സിസ്റ്റ്. അപ്പോൾ സിസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു ട്യൂബില് അത് മ്യൂക്കസ് അവിടെ പ്രൊഡക്ഷൻ ഇല്ല, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ഇൻസൈഡ്, ജസ്റ്റ് ലൈക്ക് കൊറോണറി എൻഡോത്തീലിയം അല്ലെങ്കിൽ കൊറോണറി വെയിൻസിൻ്റെ ഉള്ളിലുള്ള ലൂമൻ ഒക്കെ ഫോം ചെയ്യുന്ന അതേപോലെയുള്ള സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ സിസ്റ്റ് മുതൽ ക്യാൻസർ വരെയുള്ള, ക്യാൻസർ എന്നറിയപ്പെടുന്നു, നമുക്ക് ഇൻ GNM we don't give that much importance to so-called ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയില്ല. ഇറ്റ് മേ ബി എ ട്യൂമർ, ഇറ്റ് മേ ബി എൻ അൾസർ. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു എന്നൊന്നും നമ്മുടെ ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടില്ല. No one will die of cancer, but everyone can die of the fear of cancer. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാമർ നമുക്ക് ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അത് സ്ക്വാമസ് എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് ദി ഫാരിഞ്ചിയൽ ഡക്ട്സ് ആണ്. അതുകൊണ്ട് അത് എക്ടോഡെർമൽ ഒറിജിൻ ആണ്. ബ്രെയിൻ കൺട്രോൾ ഞാൻ പറഞ്ഞു, പ്രീ മോട്ടോർ സെൻസറി, അതായത് മോട്ടോർ കോർട്ടെക്സിന്റെയും ബാക്കിൽ സെൻസറി കോർട്ടെക്സ് ഉണ്ട്. സെൻസറി അതിൻ്റെ രണ്ടിൻ്റെയും ഫ്രണ്ടിലാണ് ഈ പറയുന്ന പ്രത്യേകിച്ചുള്ള കോർട്ടെക്സ് വരുന്നതുകൊണ്ടാണ് ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ അവിടെയാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഞാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പ്രത്യേക ഏരിയയാണ് അത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൺട്രോളിങ് ദി both sides, because it is from the ectoderm, it has got a laterality, അതായത് handedness important ആയിട്ട് വരും. Therefore right pharyngeal duct is controlled by the brain relay in the left frontal lobe. Left pharyngeal duct is controlled by that particular brain relay in the right frontal lobe. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ we are facing something dangerous. We are heading forward, അല്ലെ heading to. അധികം അകലില്ല. ഭാവിയിൽ വരുന്നതിനെ കുറിച്ചൊരു ആങ്സൈറ്റി ഒന്നുമില്ല. We are meeting with an accident. We are about to hit on something which is not okay. അല്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ത്രെറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. അതിനെ നമ്മൾ
കൂടുതൽ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഇൻ ദ കേസ് ഓഫ് മെയിൽ, ആൻഡ് ഇറ്റ് ഈസ് എ ഹെൽപ്ലെസ് അല്ല പവർലെസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽസ്. അപ്പൊ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് മെയിൽ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്, ഫീമെയിൽ പവർലെസ് കോൺഫ്ലിക്റ്റ്. നമ്മൾ ഇനി തൈറോയിഡ് ഡക്റ്റ് പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ്. ദർ ഇസ് എ മെയിൽ എലമെന്റ് ആൻഡ് ഫീമെയിൽ എലമെന്റ്. ഞാൻ വളരെ വിശദമായിട്ട് ഈ ഹോർമോണൽ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പറയുന്നില്ല, കാരണം ദാറ്റ് വിൽ ബി എ വെരി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഞാൻ ഇട്ടിട്ടുള്ള ചില ടാബുലേഷൻ അല്ലെ ടേബിൾസിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം വായിച്ചാലോ ഒരു പ്രാവശ്യം കണ്ടാലോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ എത്ര നാളെടുത്തു എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ പറയത്തക്ക രീതിയിലേക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ ടു ലേൺ because it was entirely new. ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഹൂ ഈസ് എ മെയിൽ? നമ്മൾ മീശ വെച്ചു അല്ലെങ്കിൽ ശബ്ദം മാസ്കുലിൻ വോയിസ് കിട്ടി അതൊന്നും മാത്രമല്ല. ഹോർമോണൽ വൈസ് മെയിൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും എവറി ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് ഫീമെയിൽ ഹോർമോൺസ് ആൻഡ് മെയിൽ ഹോർമോൺസ് സൈമൾട്ടേനിയസ്ലി at the same time. When the hormones male masculine hormones like testosterone is more, he is called a male, and when the female hormones or testosterone is low, estrogen is high, then we call that individual a female. ഇത്രയേ ഉള്ളൂ. മോഡേൺ ടൈമിൽ അറിയാം നമുക്ക് ഈ പറയുന്ന ജെൻഡർ പ്രശ്നങ്ങളല്ല, ജെൻഡറിന്റെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ ചർച്ചകളും വലിയ വലിയ ടോപ്പിക്കുമായിട്ട് മാറുന്ന ഒരു കാലത്ത് യു ഹാവ് ടു നോ എക്സാക്ട്ലി വൈ ആൻ ഇൻഡിവിജ്വൽ ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ആസ് ഇൻ എ മെയിൽ ഫാഷൻ ആൻഡ് ഇൻ എ ഫീമെയിൽ ഫാഷൻ ഒരാളെ ബാധിക്കുന്നത് എന്ന് പറയുന്നു. ഒരു അപകടം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, ഫ്രോണ്ടൽ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം, നമ്മളൊരു ട്രക്കിന്റെ മുകളിൽ അതിന്റെ ബോഡിയുടെ മുകളിൽ നമ്മൾ തലയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ണി ചിമ്മി തുറക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു ബാരിക്കേഡോ എന്തെങ്കിലും ഒരു ബാർ, അയൺ ബാർ വിച്ച് ഒബ്ജക്ട്സ് മൈ ഓൺവേർഡ് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ we are a fraction of a second coming to understand that I am straight away heading for a dangerous situation. അത് ലൈഫ് ത്രെട്ടണിങ് ആണ്. അതാണ് അതിന്റെ സിറ്റുവേഷൻ. അപ്പൊ ഇത് തന്നെയാണ് ഫ്രോണ്ടൽ ഫിയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വളരെ സ്പീഡിൽ ഇപ്പൊ അറിയാമല്ലോ, ചെറുപ്പക്കാര് ഒരു 150 അല്ലെ 200 എത്ര എനിക്കറിയില്ല, അത്രയും കിലോമീറ്റർ സ്പീഡിൽ ഒരു ബൈക്ക് ഓടിച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിൽ ഒരു ആക്സിഡന്റ് നടക്കുവാണ്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഐ ആം ഡെഫിനിറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു കൊളൈഡ് വിത്ത് ദാറ്റ് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡിൽ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് ആണ് ഈ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് മെയിൽ ആണ് ബൈക്ക് ഓടിക്കുന്നത്, ദാറ്റ് വിൽ ബി ഇൻ എ ഡിഫറെന്റ് വേ. ഫീമെയിൽ ആണെങ്കിൽ അങ്ങനെ ബൈക്ക് ഓടിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് അവർ ഓടിക്കാത്തതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് നമുക്കറിയാം. ദേ ആർ ഓൾവേസ് ഇൻ ദി പവർലെസ്നെസ്, ഫിയർ സ്കെയർ ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഫിയർ ഡിസ്കസ്ഡ് കോൺഫ്ലിക്റ്റ്. അങ്ങനെ ഫിയർ ആണ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്. അതിലൊട്ടും വിഷമിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങളെല്ലാം ഫിയർഫുൾ, അങ്ങനെയാണ് പ്രകൃതി വെച്ചിരിക്കുന്നത്. Therefore masculinity is always an adventurous and onward progress activity, exploration, ഇങ്ങനെയുള്ള പലതാണ് ഒരു മാസ്കുലിൻ ക്യാരക്ടറായിട്ട് വെച്ചിരിക്കുന്നത്. അത് മൈൻഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ഹോർമോൺ ലെവലിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓവർ. ഹോർമോൺസിനെ പോലും നിയന്ത്രിക്കുന്ന നമ്മുടെ മൈൻഡ് ആണെന്ന് നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്കിസോഫ്രെനിക് കോൺസെൻട്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചേ തീരൂ. അപ്പൊ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ഹൗ വി ആർ, ഇതെല്ലാം ഡിസൈഡഡ് ബൈ അവർ കോൺഫ്ലിക്ട്സ് ആർ ഇൻവിസിബിൾ. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇൻവിസിബിലിറ്റി അല്ലെങ്കിൽ ഡൈനാമിക്സ് ഒക്കെ പറയാതെ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതി അൺസയന്റിഫിക് ആണ്, സ്യൂഡോ സയൻസ് ആണെന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് വിശ്വസിച്ച് ചികിത്സിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തുള്ളവരുടെ ധൈര്യത്തിൽ വിശ്വസിക്കുക. അതിൽ സ്യൂഡോ സയൻസ് ഒന്നുമില്ല. എപ്പോഴും ഓർക്കുക, ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല, ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല, അതിന് ഒരു അനുഗ്രഹം വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹോമിയോപ്പതി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ അകത്ത് ഹോമിയോപ്പതി ഒരു ഡിവൈൻ സയൻസ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ബ്ലെസ്സിങ് വേണം.
പോട്ടെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഒരു അക്യൂട്ട് ഡേഞ്ചർ? ഇറസിസ്റ്റബിൾ അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ, അൺസ്റ്റോപ്പബിൾ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിൻ്റെ അത് രക്ഷയില്ല. കാരണം അത്ര 150 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ വരുന്ന ബൈക്ക് തൊട്ട് മുമ്പിൽ ഒരു കുട്ടി എടുത്ത് ചാടി. സോ ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദാറ്റ് ചൈൽഡ് ഓർ എ വെഹിക്കിൾ ക്രോസ്ഡ് റോങ്ലി. അപ്പോൾ എന്താണ്, ഞാൻ അത് ഹിറ്റ് ചെയ്യുമെന്നുള്ള അറിയുന്ന ആ ഒരു സെക്കൻഡ്, അതാണ് നമ്മുടെ പ്രോഗ്രാം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിഗറിങ് ആയിട്ടുള്ള പോയിന്റ്. അതാണ് നമ്മൾ ഈ പറയുന്ന സംഗതിയുള്ളത്. അത് മെയിലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് ഫിയർ ഓർ എ ത്രെറ്റ് പെർസീവ്ഡ് ഫ്രം ദി ഫ്രണ്ട്. അത് ഫ്രണ്ടിലാണെന്ന് ഓർക്കണം. ബാക്കിൽ നിന്ന് ആരെങ്കിലും നമുക്കിട്ട് പണി തരുന്ന അതല്ല, ഫ്രണ്ടിൽ ഐ ആം ഹെഡിങ് ഫോർവേഡ് ടു ദാറ്റ് ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അതേസമയം ഫീമെയിൽ അതേപോലെ ഫ്രണ്ടലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സഡൻ സിറ്റുവേഷൻ വരുന്നു, ബട്ട് ദി ഫീമെയിൽ ഈസ് ഹെൽപ്ലെസ് അല്ലെങ്കിൽ പവർലെസ്. ഐ ആം വീക്ക് ടു ടേക്ക് എ ഡിസിഷൻ എന്ന് തോന്നുന്ന ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആകുന്ന പവർലെസ് സിറ്റുവേഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇനി എത്ര ഇന്റൻസ് ആണോ കോൺഫ്ലിക്റ്റ്, അത്ര അനുസരിച്ച് DHS എന്ന് പറയുന്ന അറിയാമല്ലോ, കോൺഫ്ലിക്റ്റ് മാസ് എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് ഇന്റൻസിറ്റി ആസ് വെൽ ആസ് ദി കോൺഫ്ലിക്റ്റ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ. ഇവിടെ ഡ്യൂറേഷൻ വളരെ ഷാർപ്പാണ്, വളരെ അക്യൂട്ടാണ്. അതുകൊണ്ട് എത്ര ഡ്യൂറേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് ഡ്യൂറേഷനും കൂടെ വളരെ ഇന്റൻസ് ആണെങ്കിൽ അതിൻ്റെ റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് ദാറ്റ് ആർ ഗോയിങ് ടു ഹാപ്പൻ ഓൺ ദി ബോഡി ഓൾസോ വിൽ ബി സിമിലർലി വെരി ഹ്യൂജ്. അതുകൊണ്ട് എക്ടോഡേം ഒറിജിനാണ്, കൺട്രോൾഡ് ബൈ ദി ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അതുകൊണ്ട് തന്നെ ലാറ്ററാലിറ്റി, ഐ എം റിപ്പീറ്റിംഗ്, ലാറ്ററാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ഹാൻഡഡ് ഓർ ലെഫ്റ്റ് ഹാൻഡഡ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് ദി കോൺഫ്ലിക്റ്റ് വിൽ ബി അഫക്റ്റിംഗ് ദി റൈറ്റ് ഫാരിഞ്ചൽ ഡക്ട് ഓർ ലെഫ്റ്റ് ഫാരിഞ്ചൽ ഡക്ട്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് കാണാനോ തൊട്ട് നോക്കിയാൽ കിട്ടുന്നൊന്നുമല്ല, വളരെ റൂഡിമെന്ററി ആയിട്ടാണ്. ജസ്റ്റ് ലൈക്ക് തൈറോയ്ഡ് ഡക്ട്സ്, ഇറ്റ് ഈസ് ഡോർമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, സ്ലീപ്പിംഗ്. We do not know its existence unless some tumor is there, unless some pathology is there. Pathology in the original conventional medicine language. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഹോർമോണൽ വൈസ് ആയിട്ട് ഈ രീതിയിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ that man should be an active male. That means hormonal wise also. ഫീമെയിൽ ആണെങ്കിൽ ഷീ ഈസ് ഓൾവേസ് എ പാസീവ് ആണ്. അതുകൊണ്ട് ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ പവർലെസ്നെസ് ആണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ്. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് മാത്രമല്ല, നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു അപകടം, somebody is going to attack me, so where from I cannot escape. എനിക്ക് എസ്കേപ്പ് ഇല്ലാത്ത, രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു അപകടമാണ് അതിൻ്റെ അർത്ഥം. അത് പല പല കാര്യങ്ങളിൽ വരാം. അത് ഈ പറഞ്ഞ മോട്ടോർ ആക്സിഡന്റ് മാത്രമൊന്നുമല്ല. സപ്പോസ് ഐ എം ഗോയിങ് ടു മീറ്റ് വിത്ത് an interview. അത് വളരെ ഇന്റൻസ് ആണ്. എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അല്ലെങ്കിൽ ഒരു ബോസ് who is going to decide whether I will be surviving in this office or in this. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴും ഇതേപോലെയുള്ളത് വരാം. ഈ പറയുന്ന ചേഞ്ചസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഫീമെയിലാണെങ്കിൽ ഇത് ഹെൽപ്ലെസ് ഫീലിംഗ് ആണ്. മെയിലാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത്, വെഹിക്കിൾ കൊളീഷൻ എക്സെട്ര വരുന്നത്. ഇനി ആസ് യൂഷ്വൽ എല്ലാ പ്രോഗ്രാമുകൾക്കുള്ളതുപോലെ നമ്മൾ GSK പഠിക്കുമ്പോൾ എല്ലാ പ്രോഗ്രാമിലും 2 phase ഉണ്ട്. One is conflict active phase. So conflict active phase, the time period from the time of triggering, kick starting അല്ലെങ്കിൽ DHS, അത് മുതൽ റെസൊല്യൂഷൻ വരെയുള്ള സ്റ്റേജിനാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പൊ റെസൊല്യൂഷൻ നടന്നിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ റിമെയിൻ. അപ്പൊ അത് എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് അതിൻ്റെ കോൺഫ്ലിക്റ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇനി സപ്പോസ് ഇന്റൻസ് ആയിരുന്നു, ബട്ട് ഇറ്റ് ഗോട്ട് റിസോൾവ് somehow or other resolved, അങ്ങനെ റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഹീലിംഗ് ഫേസ് ഓൾസോ വിൽ ബി കറസ്പോണ്ടിങ്ലി ഓർ പ്രൊപ്പോർഷനേറ്റ്ലി ക്രിട്ടിക്കൽ ആയിരിക്കും, ഇന്റൻസ് ആയിരിക്കും. എന്താണ് കോർട്ടെക്സ് കൺട്രോൾ ആയിട്ടുള്ള ഈ ഓർഗനിൽ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നടക്കുന്ന ചേഞ്ചസ്? ആൻഡ് ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് അൾസറേഷൻ, ജസ്റ്റ് ലൈക്ക് എനി അതർ സ്ക്വാമസ് എപ്പിത്തീലിയം. സ്കിന്നിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്കിന്നിൽ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, വാട്ട് ഈസ് ദ സ്കിൻ കോൺഫ്ലിക്റ്റ്? Separation conflict. Somebody touched me which I didn't like, or I wanted a touch but I lost that touch. Somebody went away from me, I got separated from that individual. Idana conflict
ആക്ടിവിറ്റി ആൻഡ് കോൺഫ്ലിക്ട് ഹീലിംഗിലാണ് നമുക്ക് അതിൽ ഇറപ്ഷൻസ് അല്ലെങ്കിൽ റാഷസ്, അൾസേഴ്സ്, നമ്മൾ എക്സിമ എന്ന് വിളിക്കുന്നു, എട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കും, സോറിയാസ് എന്ന് വിളിക്കും, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന എല്ലാ സ്കിൻ പ്രോഗ്രാം ആണെങ്കിൽ ഇവിടെ വരുന്ന പ്രോഗ്രാം ഇറ്റ് ഈസ് ഓൾസോ ആൻ അൾസറേഷൻ. ഇത് കൺസീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറമേ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ അൾസറേഷൻസ് മെനി എ ടൈം വിൽ നോട്ട് ബി വിസിബിൾ. നമ്മൾ കാണണമെന്നില്ല, കാരണം ഇതിലെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധിക്കത്തില്ലാത്ത, അനാറ്റമി പഠിക്കുമ്പോഴൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സ്ട്രക്ചറാണ് ഫാരിഞ്ചിയൽ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ അപ്പൊ അത്രയും ചെറിയതായിട്ട് നടക്കുന്ന ഒരു സ്ഥലത്താണ് അൾസറേഷൻസ് വരുന്നത്. അപ്പൊ അവിടെ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ വരുന്ന അൾസറേഷൻ ആണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നടക്കുന്നത്. അത് യൂഷ്വലി ഒരു മൈക്രോസ്കോപ്പിക്കലാണ്. അത് സാധാരണഗതിയിൽ നോട്ടീസ് ചെയ്യാൻ തന്നെ പ്രയാസമാണ്, അല്ലെങ്കിൽ അവിടെ വലിയ വലിയ സിംറ്റംസ് ഒന്നും ക്ലിനിക്കലായിട്ട് അവിടെ ഉണ്ടാകത്തില്ല. എന്താണ് അതിന്റെ ഫങ്ഷണൽ പർപ്പസ്? നമ്മൾ പറയുന്നത് എല്ലാത്തിനും ഒരു ബയോളജിക്കൽ പർപ്പസ് ഉണ്ട്. അപ്പം ഈ പ്രോഗ്രാം വരുന്നതിന്റെ ഒരു ബയോളജിക്കൽ പർപ്പസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫേസ് ദാറ്റ് ഡേഞ്ചർ ഇൻ എ ബെറ്റർ മാൻ. അതിന് നമ്മളെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് നമ്മുടെ ബയോളജിയുടെ പർപ്പസ് അല്ലെങ്കിൽ ഫങ്ഷണൽ പർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ഇൻക്രീസ്ഡ് അവയർനെസ് അറ്റ് ദി എൻട്രൻസ് റീജിയൻ. നമ്മളെ എല്ലാവരും എന്താ പറയുക, നമ്മൾ ഒരു ക്യാമറ വെച്ചിരിക്കുന്ന പോലെ നമ്മൾ ഡേഞ്ചർ അറിയാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലായിടത്തും പ്രൊട്ടക്റ്റീവ് ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സെൻസ് എന്താ പറയാ, ആ ഡേഞ്ചർ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ക്യാമറ വെച്ചത്. ദർ വിൽ ബി എ കൺട്രോളിംഗ് സെന്റർ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപകടത്തെ ഡിറ്റക്ട് ചെയ്യാനും അതനുസരിച്ച് നടപടികൾ എടുക്കാനും നമ്മളെ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേഞ്ചർ ഫേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാം. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ ഒരു ഡ്രൈനെസ്, ചിലപ്പോൾ കഴുത്തിന്, അത് നോട്ടീസബിൾ ആവണമെന്ന് നിർബന്ധമില്ല, ഒരു ചെറിയൊരു മൈൽഡ് സോർനെസ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫീലിംഗ്, രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സോർനെസ്, ഒരു അൾസറേഷൻ വിൽ നോട്ട് ബി വിസിബിൾ, ബട്ട് ഉള്ളിൽ ഈ അൾസറേഷൻ നടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഇത്. അപ്പൊ എത്ര നാളത്തേക്കാണ് ഇത്? അണ്ടിൽ ദി പ്രോഗ്രാം ഓർ അണ്ടിൽ ദി കോൺഫ്ലിക്റ്റ് ഈസ് റിസോൾവ്. ഇപ്പൊ റിസൊല്യൂഷൻ വരുന്നതോടുകൂടി അതിന്റെ ഇമ്പോർട്ടൻസ് നിന്ന് പിന്നെ റെസൊല്യൂഷനിലേക്കായി അല്ലെങ്കിൽ ഹീലിംഗ് സ്റ്റേജിലേക്കായി. ഇനി ഹീലിംഗ് സ്റ്റേജിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ്. ആസ് ഇൻ ദി കേസ് ഓഫ് എനി അതർ പ്രോഗ്രാം, വി ഗെറ്റ് മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്. അപ്പോൾ ഫാരിഞ്ചിയൽ ഡക്സിന്റെ ഹീലിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്, അവിടെ ഒരു സിസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെങ്ങനെയാണ് സിസ്റ്റ് ഉണ്ടാകുന്നത്? ഇപ്പോൾ റെസൊല്യൂഷൻ ഹാപ്പൻ ചെയ്യണം, റെസൊല്യൂഷൻ ശേഷമാണ് ഉണ്ടാകുന്നത്. അവിടെ ഈ അൾസറേറ്റഡ് ഏരിയാസ് all will be refilled and over repaired. ഈ റിപ്പയറിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന റെമിനൻസ് അല്ലെങ്കിൽ എന്താ പറയാ, വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, റെമിനൻസ്, റിമൈനിങ് പാർട്ട് ഓഫ് ദി ഡെബ്രി എന്ന് നമ്മൾ പറയത്തില്ലേ, വേസ്റ്റ് ടു ബി ഡിസ്പോസ്ഡ്. അത് അങ്ങനെ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരിടത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഡക്റ്റ് അല്ല അത് എന്നുള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ ഫൈനലി ഫോം എ ഇന്നസെന്റ്, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സിസ്റ്റ് ഫോം ചെയ്യാം. അപ്പോൾ മെനി ഓഫ് ദി സിസ്റ്റ് that are visible on the cervical region, the conventional medicine interpret it as a lymphedema, അല്ലെങ്കിൽ lymphadenopathy, lymphangitis, ഇങ്ങനെ ലിംഫ് ഗ്ലാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഇവിടെ വരുന്ന കഴുത്തിൽ വരുന്ന എല്ലാ ട്യൂമറുകളെയും നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അത് ഒരു വേ ഔട്ട് എസ്കേപ്പിസമാണ്. ആക്ച്വലി ബയോളജി എംബ്രിയോളജി പഠിക്കാത്തത് കൊണ്ടും എവല്യൂഷൻ പഠിക്കാത്തത് കൊണ്ടുമാണെന്ന് നമുക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഇത് തന്നെയല്ലേ പഠിച്ചത്. അപ്പൊ നമ്മുടെ പഠിത്തത്തിലെ അനാറ്റമിയിലോ ഫിസിയോളജിയിലോ അല്ലെങ്കിൽ ഒരു പത്തോളജിയിലോ ഒക്കെ വളരെ 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 ചിലപ്പോൾ ഒരു ദിവസം പോലും സ്പർശിച്ചിട്ടുള്ള ഒരു ഭാഗമല്ല എന്ന് എനിക്ക് തീർച്ചയുണ്ട്. ബിക്കോസ് ഐ ആം ത്രൂ ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. നമ്മൾ ആരും ഫാരിഞ്ചിയൽ ഡക്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ല. ഒരു ഫാമിലിയിലും അല്ലെങ്കിൽ ഒരാളുടെ ആരോഗ്യത്തിലും അവിടെ ഒരു ഫാരിഞ്ചിയൽ സിസ്റ്റം ഉണ്ടായെന്ന് ആരും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകത്തില്ല. എന്തിനാണ് ഞാൻ ഇത് ഇന്ന് ഒരു ഫുൾ ഡേ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വൺ തിങ്. രണ്ടാമത്, നമ്മൾ കാരോലിൻ മാർക്കോലിന്റെ വെബ്സൈറ്റ് സീരിയലായിട്ട് അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ ചാപ്റ്റർ ആണെങ്കിലും വലിയ വലിയ പത്തോളജീസ് എന്ന് അറിയപ്പെടുന്ന രോഗാവസ്ഥകൾ ഇല്ലെങ്കിലും ഇത് നമ്മൾക്ക് വിട്ടുകളയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ദിവസം മുഴുവൻ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തത്. ഞാൻ 2-3 പ്രാവശ്യം ചിന്തിച്ചു, വേണമെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ കൂടെ അങ്ങോട്ട് പഠിപ്പിച്ചാൽ മതിയോ. ഞാൻ ഇത് ഒരു ദിവസം മുഴുവനായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക, മെനി ഓഫ് ദി ട്യൂമേഴ്സ് അല്ലെങ്കിൽ അത് സിസ്റ്റിക് ആണ്. ഇറ്റ് ഈസ് cystic means that there is an accumulation of fluid like substance inside.
അത് ഫ്ലൂയിഡ് മീൻസ് സിമ്പിൾ ക്ലിയർ വാട്ടർ അങ്ങനെയൊന്നും ആണോന്നില്ല. അതിൻ്റെ അകത്ത് പസ് പോലും ഉണ്ടാകാൻ കാരണം ബാക്ടീരിയൽ ഹീലിംഗിൽ ബാക്ടീരിയ വിൽ ബി മെയ്ഡ് യൂസ് ഓഫ്. അപ്പോൾ അങ്ങനെയുള്ള ടിഷ്യൂസ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫോം എ ബാഗി ഫോർമേഷൻ. അതിനാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അത് ക്യാൻ ഹാപ്പൻ ബോത്ത് സൈഡ്സ്. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസസ് ഈ സിസ്റ്റിനോട് സൈമിൾട്ടേനിയസ് ആയിട്ട് ദർ വിൽ ബി ലിംഫോമാസ് ഓൾസോ എന്ന് പറഞ്ഞാൽ ലിംഫ് അഡിനോപ്പതി ഓൾസോ ക്യാൻ ബി ദർ. എന്തുകൊണ്ടാണ്? ലിംഫ് ഈസ് ഓൾവേസ് നമുക്കറിയാം, ഇനി പഠിക്കാൻ പോവാണ്, സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. മൈൽഡ് ഫോം ഓഫ് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഒരു ട്യൂമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഒരു സെൽഫ് ഡീവാലുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തും കുറച്ച് ട്യൂമേഴ്സ് ഫോംഡ് ബൈ ദി ലിംഫ് ടിഷ്യൂ ഓൾസോ ക്യാൻ ബി ദർ. അത് ബ്രെയിനിൻ്റെ അകത്ത് രണ്ട് സ്ഥലത്ത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ബ്രെയിൻ CT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വെദർ ഇറ്റ് ഈസ് ആക്ച്വലി a lymphadenoma or lymphadenopathy or it is pharyngitis. pharyngeal duct related ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്വെല്ലിങ്ങിനെ, ഈ സിസ്റ്റ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് ഫാരിഞ്ചിയൽ സിസ്റ്റ് എന്നാണ്. അത് മാത്രം മനസ്സിലാക്കുക. ഫാരിഞ്ചിയൽ സിസ്റ്റ്, ബ്രാങ്കിയൽ സിസ്റ്റ് എന്നും പറയും. കാരണം അതിനെ എംബ്രിയോളജിയിൽ ബ്രാങ്കിയൽ ആർച്ച് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൊറോണറി ആർട്ടറി, കൊറോണറി വെയിൻ, അസെൻഡിങ് അയോർട്ട, സബ്ക്ലേവിയൻ ആർട്ടറി, ഇന്റേണൽ പരോട്ടിഡ് ആർട്ടറി, ഇങ്ങനെ പ്രധാനപ്പെട്ട വെയിൻ ആർട്ടറീസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ബ്രാങ്കിയൽ ആർച്ചസിൽ നിന്നാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ഈ പറയുന്ന ഫാരിഞ്ചിയൽ. അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഇൻഫ്ലമേഷൻ നടക്കുന്നത് മുഴുവൻ അതിൻ്റെ അകത്ത് റിപ്പയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ റിപ്പയറിങ് നടക്കുമ്പോഴാണ് ട്യൂമർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് ദാറ്റ് ട്യൂമർ. അത് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പൺ ആക്കണം, റിമൂവ് ചെയ്യണം, കട്ട് ചെയ്യണം, റിസെക്ട് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ എ ഫാരിഞ്ചിയൽ സിസ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ അവിടെ വൈറസ് അല്ല വരുന്നത്. മോസ്റ്റ് ഓഫ് ദി കേസസ് വൈറസും ബാക്ടീരിയയും കൂടെ വരുന്ന ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ ദോ ഇറ്റ് ഈസ് എ ഡക്ട്, ബിക്കോസ് വൈറസ് ആക്ടിവിറ്റിയെക്കാളും കൂടുതൽ അവിടെ ബാക്ടീരിയൽ ആക്ടിവിറ്റിയാണുള്ളത്. സോ മൈക്രോബ്സ് ആർ ദെയർ ഇൻ ഓർഡർ ടു ബ്രിങ് ഔട്ട് ദിസ് ഹോൾ പ്രോസസ്. ഇനി അവിടെ ഒരു എപ്പിക്രൈസിസ്, ആസ് ഇൻ ദ കേസ് ഓഫ് എവറി അതർ പ്രോഗ്രാം, എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ മിഡിൽ പാർട്ട് ഓർ ഡ്യൂറിങ് ദി healing phase. അപ്പോൾ as in the case of any other program, there can be an epicrisis, and in that case that can result in a drainage. അപ്പോൾ ട്യൂബ് സിസ്റ്റ് അന്നും അങ്ങനെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ, ബട്ട് എ സ്കാറിംഗ് സ്റ്റേജിലേക്ക്, ഒരു ഹീലിംഗ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിമെയിൻ പെർമനൻ്റ്ലി വിത്തൗട്ട് എനി ഫർദർ. നമ്മളതിനെ വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോക്ക് ചെയ്യുക ചെയ്ത് വീണ്ടും അതേ പ്രോഗ്രാം വന്നിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ റിമെയിൻ ഡോർമെന്റ് വിത്തൗട്ട് എനി പ്രോഗ്രാം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻ ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇന്ന് പടം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഹൗ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക്. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എക്സാക്ട്ലി എ ട്യൂമർ. Therefore there is every chance of misinterpreting or misunderstanding it like a cervical lymph adenopathy അല്ലെ cervical lymphoma ആയിട്ട് നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത. ഇനി ഹീലിംഗ് സ്റ്റേജിലേക്ക് ഇതുവരെ പറഞ്ഞത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് അല്ല കേട്ടോ, സോറി, ഹീലിംഗ് ഫേസിലാണ് ഈ സിസ്റ്റ് വരുന്നത്. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ വി ഡോണ്ട് നോട്ടീസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഗോസ് ലൈക്ക് എ സോർനെസ്, ലൈക്ക് എ ഡ്രൈനെസ്, ഒരു ചെറിയ ഇത് വരുന്നുള്ളൂ. ഹീലിംഗ് ഫേസിലാണ് ഈ സിസ്റ്റ് ഫോർമേഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിനെ ഫാരിഞ്ചൽ ഡക്ട് എപ്പിത്തീലിയമാണെന്ന് ഞാൻ പറഞ്ഞു. പലപ്പോഴും ഇത് കാണുമ്പോൾ പലപ്പോഴും കുട്ടികളിലൊക്കെ തന്നെ വരാം, ബിക്കോസ് ദി കോൺഫ്ലിക്റ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദി മദർ, ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദി ചൈൽഡ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഒക്കെ ഇത് കാണാം. അങ്ങനെയുള്ള കേസുകളിൽ അത് ചിലപ്പോൾ കൺജനൈറ്റൽ ഡിഫോമിറ്റി ആയിട്ടും കൺജനൈറ്റൽ പ്രോഗ്രാം ആയിട്ട്, അല്ലെ പ്രോഗ്രാം എന്ന് അവർ പറയാറില്ലല്ലോ, കൺജനൈറ്റൽ ഡിസീസ് ആയിട്ടൊക്കെ അവിടെ കൊച്ചി ജനിച്ചപ്പോൾ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴ എന്ന് പറയുന്നത് ഫാരിഞ്ചൽ സിസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കുഞ്ഞിന് അതുപോലത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ മദറിന്റെ കേസിൽ യു വിൽ ബി ഏബിൾ ടു ട്രേസ് ദാറ്റ് പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ്, ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. എനിക്ക് ഫാരിഞ്ചിയൽ ഡക്ട് പ്രോഗ്രാംസ് കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് 2-3 തൈറോയിഡ് ഡക്ട്സ് പ്രോഗ്രാം കിട്ടും. അത് പറയുമ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിക്കും. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നു, പക്ഷെ ഞാൻ അതിനായിട്ട് സമയം കളയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, 2 കാര്യങ്ങളൂടെ പറയാനുണ്ട് നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്.
നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമ. വളരെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നതാണ്, ഇവിടെ സെർവിക്കൽ സൈഡിൽ വരുന്നത്. അങ്ങനെയുള്ള 2 കേസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്നെൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളുടെയാണ്. ആളെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ അയാളുടെ ഇവിടെ ഓപ്പറേഷൻ ചെയ്ത പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമയാണ്. അപ്പോൾ അതിനെ പലപ്പോഴും അത് ക്യാൻസർ ആയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് റിസെക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ക്യാൻസർ. അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന എന്താ പറയുക, ഫാരിഞ്ചൽ ഡക്റ്റ് പ്രോഗ്രാമുമായിട്ട് പോലും ബന്ധമില്ല. അത് ലിംഫോമ തന്നെയാണ്. ലിംഫ് ഗ്ലാൻസിലാണ് അതിൻ്റെ അഫെക്ഷൻസ് വരുന്നത്. ബിക്കോസ് അത് ഉണ്ടാക്കുന്ന സെൽഫ് ഡീവാലുവേഷൻ ആണ് അതിന് കാരണം. ദർ മേ ബി മൾട്ടിപ്പിൾ ലോബുലർ സ്ട്രക്ചേഴ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ലുക്സ് ലൈക്ക് അപ്പോൾ അത് ക്യാൻസർ ആണ്. അയ്യോ, സാധാരണ എല്ലാ ക്യാൻസർ അല്ല ഗ്രോത്തിൽ പറയുന്നത് ഇത് വെച്ചോണ്ടിരിക്കരുത്, വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അപകടമാണ്, അതുകൊണ്ട് റിസെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടാണ് എല്ലാ നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമ കേസ് ഇൻ ദി നെക്കും ചെയ്യുന്നത്. കാരണം എനിക്കറിയാവുന്ന വ്യക്തികളൊക്കെ ഒത്തിരി വർഷങ്ങൾ അതിനുശേഷം ജീവിച്ചതാണ്. ഓപ്പറേഷൻ ചെയ്ത കേസ്, ഓപ്പറേഷൻ ചെയ്യാതെ വളരെ വൃദ്ധനായിട്ട് മരിച്ച ഒരു സ്കൂൾ മാസ്റ്ററുടെ കാര്യവും എനിക്കറിയാമായിരുന്നു. 2 കേസുകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് ജീനം അറിയില്ലായിരുന്നു. ഞാൻ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന സമയത്താണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള കോൺഫ്ലിക്റ്റ് അറിയില്ലായിരുന്നു. സോ ഐ വാസ് ഓൾസോ ടേക്കിംഗ് ദാറ്റ് ഇറ്റ് ക്യാൻ ടേൺ ടു ബി എ ക്യാൻസർ. നോ, നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ്. അതൊരിക്കലും ക്യാൻസർ ആയിട്ട് പോകുന്നതല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദി സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. കാരണം അതിൻ്റെ അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ലിംഫാറ്റിക് ടിഷ്യൂ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അപകടം പിടിച്ച ഒന്നുമില്ല, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒന്നുമില്ല. ഇപ്പോൾ ഫാരിഞ്ചൽ ഡക്റ്റ് പ്രോഗ്രാമിന്റെ സൈമൾട്ടേനിയസ് ആയിട്ട്, അല്ലെ ഒരു അക്കമ്പനിമെന്റ് ആയിട്ട് ഈ പറയുന്ന ലിംഫിനോട് പ്രോഗ്രാമും സംഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനെ മലിഗ്നൻസി ആയിട്ട് അല്ലെ ക്യാൻസർ ആയിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഏത് മൊഴിയും അത് ഇപ്പോഴും വളരെ ഫാഷനാണ്. ഒരു കൊറി ഇട്ടിട്ട് ഇറ്റ്സ് ക്യാൻ ബി ദിസ്. ഇന്നലെയും ഒരു ക്യാൻസർ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ക്യാൻസറിന്റെ പേരും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ വേറെ അവസരത്തിൽ പറയാം. സൈനസിലേക്ക് പോയ ക്യാൻസർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ദർ വാസ് നത്തിങ് ലൈക്ക് ദാറ്റ്. കോൺഫ്ലിക്റ്റ് വളരെ ക്ലിയർ ആണ്. കോൺഫ്ലിക്റ്റിലോടുകൂടി ദർ വാസ് എ ട്യൂമർ. ആ ട്യൂമറിന്റെ ഹീലിംഗ് ഫേസിലാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ GHK പഠിക്കുമ്പോഴുള്ള ഗുണം. അപ്പം ഞാൻ കോൺഫ്ലിക്റ്റ് വീണ്ടും പറയുവാണ്. എല്ലാ കേസുകളിലും ഒരു കോൺഫ്ലിക്റ്റ്, ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഇൻ ദി കേസ് ഓഫ് മെയിൽ ആൻഡ് ദി കേസ് ഓഫ് ഫീമെയിൽ ഡ്യൂ ടു ഹോർമോൺസ് ആണ്, ലാറ്ററാലിറ്റി ആണ്. അതിനെക്കുറിച്ച് ഞാൻ എടുക്കുന്നില്ല, ഞാൻ സ്പർശിക്കാതെ പോവാണ്. യു റീഡ് ആൻഡ് റീഡ്, then only you will understand. ലിംഫോമ എന്ന് പറയുന്ന പേര് തന്നെ കൊടുക്കുന്ന ട്യൂമർ എന്നുള്ള ഫാഷനിലാണ്. ആക്ച്വലി ഇറ്റ് ഇസ് എ പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി ഓർ പാരലലി ഗോയിങ് വിത്ത് ദി പ്രോഗ്രാം ഓഫ് ദി ഫാരിഞ്ചൽ ഡക്റ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യത്തിലേക്ക് കടക്കുവാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സ്മോൾ ലങ് ക്യാൻസർ അല്ലെങ്കിൽ സ്മോൾ സെൽ ലങ് ക്യാൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ലങ് ക്യാൻസേഴ്സ് ഉണ്ട്. നമ്മൾ ലങ് അഡിനോമ അല്ലെങ്കിൽ ആൽവിയോളെ ഉണ്ടാകുന്ന ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രോങ്കിയോജനിക് അല്ലെങ്കിൽ ബ്രോങ്കിയൽ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു 3rd കാറ്റഗറി ഓഫ് ക്യാൻസർ ഇൻ ദി ലങ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ GHK പഠിക്കുന്നതിന് വരെ എനിക്കറിയില്ലായിരുന്നു എന്താണ് സ്മോൾ സെൽ ലങ് കാർസിനോമ എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുമുണ്ട്, ഓഡ് സെൽ കാർസിനോമ എന്നും പറയും. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് കാർസിനോമ, അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേ പെടുന്നതല്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ അനാറ്റമി പറഞ്ഞു. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ബിഹൈൻഡ് ദി ഇയർ ആൻഡ് ഗോസ് ടു ദി മീഡിയാസ്റ്റം, ഇറ്റ് എൻഡ്സ് ദെയർ. അപ്പം എനി ട്യൂമർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ വിതിൻ ദി മീഡിയാസ്റ്റൈനം ഹാപ്പനിങ് ഓൺ ടു ദി ഫാരിഞ്ചൽ ഡക്റ്റ് വിച്ച് എക്സ്റ്റെൻഡ്സ് അപ് ടു ദി മീഡിയാസ്റ്റൈനം, അവിടെ ഉണ്ടാകുന്ന ഒരു ട്യൂമറിനാണ്. സോ ഏതെങ്കിലും ഒരു അബദ്ധവശാൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു എക്സ്റേ എടുത്തു, CT സ്കാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്മോൾ സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ വേറെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ലാത്തപ്പോൾ ദിസ് ഈസ് ദ കോസ് ഓഫ് ദിസ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സ്മോൾ സെൽ കാർസിനോമ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് ദ ഹീലിംഗ് സ്റ്റേജ് ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി മീഡിയാസ്റ്റൈനം. അതും എക്ടോഡെർമൽ സെൽ ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. ഫാരിഞ്ചൽ ഡക്റ്റിൽ തന്നെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. കൺട്രോൾ ഫ്രം ദി സെയിം. ഇതേ കോൺഫ്ലിക്റ്റ് തന്നെയാണ് അതിനും. എ പവർലെസ് feeling in the case of a female means, again I am repeating, hormonal wise female. Frontal fear in the case of a hormonal wise male. ഇതേപോലെയുള്ള അൾസറേഷൻ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി
ഡ്യൂറിങ് ഹീലിംഗ് ദർ ഈസ് എ സിസ്റ്റ് ഫോർമേഷൻ. ആ സിസ്റ്റിനെയാണ് നമ്മൾ ഈ ക്യാൻസർ ഗ്രോത്ത് എന്നുള്ള പേരിൽ പറഞ്ഞ് പേടിപ്പിച്ച് ഓപ്പറേഷൻ ചെയ്ത് വലിയ തൊറാസിക് സർജറി വരെ നടത്തിക്കളയും. ഇങ്ങനെയുള്ള ഒത്തിരി രോഗങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ ദി ട്രൂത്ത്സ് ഓഫ് ഡിസീസസ് ആർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വാട്ട് ഈസ് ബീങ് ടോട്ട് ഇൻ ദി മെഡിക്കൽ കോളേജസ് ഓർ മെഡിക്കൽ സ്കൂൾസ് റിഗാർഡിംഗ് ദിസ് ഡിസീസ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അറിവ് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം. നിങ്ങൾ പഠിക്കുക. കാരണം പഠിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യമൊക്കെ ഞാൻ എൻ്റെ അറിവ് കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ ഞാൻ നിർത്തി. അതായത് പഠിപ്പിക്കാമെന്ന് പറയാൻ പറ്റില്ല. വന്നിരിക്കുന്നവർ പോലും പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം എടുത്തിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അല്ലെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കത്തില്ല എന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതൊരു ഡിവൈൻ കോളാണ്. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവിറ്റേഷനാണ് ഡിവൈൻ. പിന്നെ വൊക്കേഷൻ എന്ന് പറയും. ഗോഡ്സ് കോൾ ഫോർ യുവർ ലൈഫ്, ഫോർ the life of your near and dear ones, and if you are destined to be a doctor, for the wellness of your patients. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് ഈ രീതിയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അറിയാനായിട്ട് നമുക്ക് സാധ്യതയുണ്ടായി. അതൊക്കെ ഗോഡ് ഡിസൈൻഡ് ആണ്. അപ്പൊ ഗോഡ് ഒരു പ്രോഫറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഹാമനെ പറയുന്നത്. അങ്ങനെ he has kindled the knowledge in this world. It is spreading like anything. ഞാൻ പലപ്പോഴും ഉപയോഗിച്ച വാക്ക് തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. വൈൽഡ് ഫയർ ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ സമയമൊക്കെ തീരുവാണ്. അതുകൊണ്ട് അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇലാബറേറ്റ് ചെയ്യുന്നില്ല. അപ്പോ ഇതിനെ ഹീലിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് വീണ്ടും long time cellular depletion inside the pharyngeal duct and formation of correspondingly large cyst അങ്ങനെയൊക്കെ വന്ന് പിന്നെ അതിനെക്കുറിച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വരാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ലൈഫ് ത്രെട്ടനിങ് അല്ലെങ്കിൽ ഹെഡിങ് ടുവേഴ്സ് എ ഡേഞ്ചർ, ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തു എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ റിസൊല്യൂഷനിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ വെരി വെൽ കം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനൊരു മെഡിക്കൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജറി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബോഡി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മെക്കാനിസംസ് ടു മാനേജ് ദാറ്റ് ചേഞ്ച് ഹാപ്പനിങ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പറയുന്നത്. ചുരുക്കി ഒന്നുകൂടെ പറയാം. ഇതിന്റെ ഫാരിഞ്ചൽ ഡക്റ്റ് എന്ന് പറയുന്ന ഒരു എക്ടോഡെർമൽ ഒറിജിൻ ആയിട്ടുള്ളതാണ്. ബ്രെയിൻ റിലേ എന്ന് പറയുന്നത് പ്രീ മോട്ടോർ സെൻസറി കോർട്ടെക്സ് ആണ്. കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു, ഫ്രോണ്ടൽ ഫിയർ ഇൻ ദി കേസ് ഓഫ് മെയിൽ ആൻഡ് ദി പവർലെസ്നെസ് ഇൻ ദി കേസ് ഓഫ് ഫീമെയിൽ. കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, there will be ulceration during the healing phase. There will be swelling which ends in cyst formation, which very often if associated with the lymph associations, then there will be formation of some tumor, and which are notoriously or wrongly known as non-Hodgkin's lymphoma. അത് ക്യാൻസർ ആണെന്നും ക്യാൻസറിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മേലെ ഈ സെർവിക്കൽ റീജിയനിലുള്ള ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. അതുപോലെ തന്നെ സ്മോൾ സെൽ ലങ് ക്യാൻസർ അതുപോലെ തന്നെ ക്യാൻസർ എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, ബിക്കോസ് ഓഫ് ദി സൈസ്. അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ട്, അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ ഇല്ലാതെയാക്കണം. ഒന്നും വേണ്ട. ദാറ്റ് ഈസ് ഓൾസോ ഹീലിംഗ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ് ഡേഞ്ചറസ് ഓർ ഹാർംഫുൾ ഫോർ ദിസ് particular person. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് when we read the body through nature's logic, every swelling tells a story of fear resolved. അപ്പോൾ ഈ fear around a tumor, and that is a big business nowadays. എവിടെ എന്ത് മുഴയുണ്ടായാലും അതിന്റെ ബയോളജിക്കൽ മീനിങ് മനസ്സിലാക്കാത്തിടത്തോളം കാലം, എന്തുകൊണ്ടാണ് ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അറിവില്ലാത്തിടത്തോളം കാലം ആ ട്യൂമർ റിമൂവ് ചെയ്യലാണ് ചികിത്സ എന്നുള്ള നിലയിലേക്ക് ഈ ലോകത്തെ മുഴുവനും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ബദലായിട്ട് ഈ നോളജ് സ്പ്രെഡ് ചെയ്യുകയാണ്. അല്ലാതെ ഈ പറയുന്ന വെരി പവർഫുൾ, വെരി ഇൻഫ്ലുവൻഷ്യൽ, വെരി റിച്ച് പീപ്പിളിനോട് ഫൈറ്റ് ചെയ്തിട്ട് ഒരിടത്തും നമ്മൾ ജയിക്കത്തില്ല എന്നുള്ള ഒരു കൺവിക്ഷനോടുകൂടി, ആ ഒരു ജ്ഞാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് വലിയൊരു ടോപ്പിക് അല്ല, വളരെ കോമൺ ആയിട്ട് കാണുന്നതല്ല. അത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നതുകൊണ്ടാണ്, വേറെ പല രീതിയിൽ അറിയപ്പെടുമ്പോൾ നമ്മൾ ഇതിനെ മാറ്റിവെക്കുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ തൈറോയിഡിനെ കുറിച്ച് ഇനി അതുപോലെ പഠിക്കും. ബിക്കോസ് ഈ തൈറോയിഡ് ഡക്റ്റും ഫാരിഞ്ചൽ ഡക്റ്റും ഒക്കെ കൺട്രോൾഡ് അറ്റ് ദി സെയിം ഏരിയ ആൻഡ് ദർ കോൺഫ്ലിക്റ്റ് ആർ ഓൾസോ ദി സെയിം. അതൊരു റാൻഡം ആയിട്ടുള്ള ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി, അത് ഏത് തൈറോയിഡ് ഡക്റ്റിനെ ബാധിക്കണമോ ഫാരിഞ്ചൽ ഡക്റ്റിനെ ബാധിക്കണമോ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് പല പ്രാവശ്യം റെഫർ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഇപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ മാക്സിമം പേരെ പങ്കെടുപ്പിക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്നവരിലേക്ക് ഈ പോസ്റ്റർ ഷെയർ ചെയ്യുക. അല്ല, ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വേണം നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ധാരാളം പേര് ഇത് കേൾക്കാനായിട്ടുള്ള സാഹചര്യം വരുത്തുക. ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദംസെൽസ്. ഒത്തിരി പേര് അയ്യോ 60 65 ഇനി രോഗമാണെന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഒന്നും വേണ്ടെന്നേ, ദൈവം തീരുമാനിച്ച സമയത്ത് നമുക്ക് പോകാം. അതുവരെ ഭംഗിയായിട്ട് ഇവിടെ ജീവിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടത് നോളജാണ്, ജ്ഞാനം. അത് കിട്ടുക. കാരണം ടുവേഴ്സ് ദ സീനിയേഴ്സ് ആകുമ്പോഴത്തേക്ക് ജ്ഞാനമാണ് വേണ്ടത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെറുപ്പക്കാർക്കാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കണം, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം, എല്ലാവരുടെയും വേദന മാറ്റണം, എല്ലാവരുടെയും മുഴ മാറ്റണം, എല്ലാവരുടെയും ഡയറിയ മാറ്റണം, എല്ലാവരുടെയും ചുമ മാറ്റണം. ഒന്നും വേണ്ട. എന്തുകൊണ്ടാണ് ഒരാൾ ചുമക്കുന്നത് അല്ലെങ്കിൽ സിംറ്റംസ് എന്നുള്ളത് അറിഞ്ഞാൽ മതി. സോറി, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ടോപ്പിക്ക് കേട്ടോണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം 50 പേരുണ്ടായിരുന്നു, ഇപ്പം 35 പേരേ ഉള്ളൂ. കുഴപ്പമില്ല. ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം വരും. എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് എല്ലാ പ്രോഗ്രാമും അല്ലെങ്കിൽ നമ്മൾ എല്ലാ ടിഷ്യൂവും എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇനി അങ്ങോട്ടേക്കുള്ള കുറേയേറെ ക്ലാസ് അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നമ്മുടെ സോക്കോൾഡ് സൈക്യാട്രി, ഇങ്ങനെ 3ആയിട്ടാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് 5 ബയോളജിക്കൽ ലോസ്. അതിനെക്കുറിച്ച് ഡോക്ടർ ശശി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് മസ്റ്റാണ്, പഠിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കണം. രണ്ടാമത് നിങ്ങൾ പഠിക്കുകയാണ് SBS അല്ലെങ്കിൽ ഡിസീസിനെ കുറിച്ചുള്ളത്. മൂന്നാമത്തേതാണ് സ്കിസോഫ്രേനിയ കോൺസ്റ്റലേഷൻ. അതാണ് സോക്കോൾഡ് സൈക്യാട്രിക്. അപ്പോൾ ഈ 3 ചാപ്റ്ററിൽ അല്ലെങ്കിൽ 3 ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ക്ലാസ് മുമ്പോട്ട് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഒരു ചാറ്റിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോൺ ഹോജ്കിൻസ് ലിംഫോമ ദെർ ഈസ് കീമോതെറാപ്പി. അത് കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ എല്ലാം ഉണ്ടല്ലോ. ശശിധരൻ്റെയാണ്. ദാറ്റ് ഈസ് ദെയർ മെത്തേഡ് ഓഫ് മാനേജിങ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ എന്താണ്, ക്യാൻസർ ആണെന്ന് ഉള്ള രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ്. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ഡെഡ്ലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ആഫ്റ്റർ ഓൾ ദർ ഇസ് എ ട്യൂമർ ആൻഡ് ദാറ്റ് ഈസ് വൈ വി കോൾഡ് ഇറ്റ് ആസ് ലിംഫോമ ആൻഡ് ബേസിക് സ്ട്രക്ചർ ഈസ് ലിംഫ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലുമോ ഒന്നുമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് സഫീഷ്യൻ്റ്ലി എക്സ്പോസ്ഡ് ടു ദി എക്സ്റ്റേണൽ വേർ ദർ ഈസ് ഇനഫ് ഓഫ് സൈസ് ഓർ ഇനഫ് ഓഫ് സ്പേസ് ടു എൻലാർജ്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും പേടിപ്പിക്കാനും പോകണ്ട. നോൺ ഹോജ്കിൻസ് ലിംഫോമ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് പ്രാക്ടീഷണേഴ്സ് ഓഫ് മെഡിസിൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കലല്ല, ഞാനും ശശിധരനും ഒക്കെ ക്ലാസ് എടുക്കുന്നത് പോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് അവരവരുടെ ടെസ്റ്റിമോണിയലും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വേദിയായിട്ട് ഇത് മാറണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. അങ്ങനെ ആകുമ്പോഴാണ് അത് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് വരുന്നത്. നമുക്ക് കേസ് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഓരോ ദിവസവും കേസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാത്തത്. ദാറ്റ് ഈസ് ബീങ് ഡൺ. നമ്മുടെ 2 പെയ്ഡ് സെമിനാറുകൾ അത് തന്നെയാണ് നടക്കുന്നത്. നാളെ ഡോക്ടർ പങ്കജ് പ്രധാനാണ് ക്ലാസ് എടുക്കുന്നത്. ഓൺ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഹോമിയോപ്പതി ഇൻക്ലൂഡിങ് ഹോമിയോപ്പതി മെഡിസിൻ പ്ലസ് GHK. അതുകൊണ്ടാണ് GHK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നുള്ള കോഴ്സിന് പേരിട്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കണം. അതിന് നിങ്ങളോട് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് വളരെ 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 നോമിനലാണെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് ഓൺലി 2000 rupees ഫോർ എ ഹോൾ ഇയർ. ഇറ്റ് ഈസ് സോ നെഗ്ലിജിബിൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ മെമ്പർ ആകണം. അങ്ങനെ വിലപ്പെട്ട ഈ അറിവ് നിങ്ങൾ സ്വായത്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വാട്ട് അബൌട്ട് പാർക്കിൻസൺസ്? അത് റീന ജോർജ് ആണ് ചോദിച്ചത്. പാർക്കിൻസൺസ് ഇതിൻ്റെ അകത്ത് വരുന്നേ ഇല്ല ഡോക്ടർ റീന. അത് നമ്മൾ സ്കെലിറ്റൽ മസിൽസിൽ എടുക്കും. ഇപ്പം ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം, പാർക്കിൻസൺ ഡിസീസ് ഈസ്
ഇന്ന് എനിക്കൊരു പേഷ്യൻ്റ് വന്നിരുന്നു പാർക്കിൻസൺ. ഷീ ഡസ് നോട്ട് നോ ദാറ്റ് ഇറ്റ് ഈസ് പാർക്കിൻസൺ. ദാറ്റ് ഈസ് സഫീഷ്യൻറ്റ്. ഒരു ട്രെമർ ഉണ്ടെങ്കിൽ അത് ഇത് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പാർക്കിൻസൺ ആണെന്ന് പറയും. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, ഇറ്റ് ഈസ് എ ഫിയർ, സ്റ്റക്ക് ഫീലിംഗ് എന്നാ പറയുക. സ്റ്റക്ക് ഫീലിംഗ്, കൺസ്ട്രെയിൻഡ്, ഓർ ഐ ആം നോട്ട് അലൗഡ് ടു മൂവ് എന്ന് പറയുന്നതാണ് സ്റ്റക്ക് ആകുക, പെട്ടുപോവുക, കുടുങ്ങിപ്പോവുക. അപ്പോൾ പ്രകൃതി പറഞ്ഞിരിക്കുന്ന യു കീപ് ദിസ് മോഡ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ബീങ് ഡെഡ്. യു ലൈ ഡൗൺ, ഡെഡ് ആവുക. അപ്പോൾ പർട്ടിക്കുലർ ഓർഗനോടാണ് പറയുന്നതെങ്കിൽ യു ഫീൽ ഡെഡ് or യു ബി ഡെഡ്. പക്ഷേ there will be an epileptode crisis during the healing phase, and that is exactly what is happening or what is causing this tremor. So tremor എന്ന് പറയുന്നത് ഇതിന്റെ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടിന്യൂസ്. അതൊക്കെ ഒത്തിരി 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 വിശദമായിട്ട് നമുക്ക് പഠിക്കാം ഡോക്ടർ റീന. എല്ലാം ചോദിച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടില്ലേ. നിങ്ങൾക്ക് വായിക്കാം കേട്ടോ പാർക്കിൻസൺ. യു ക്യാൻ, നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരെ അല്ലെങ്കിൽ ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്തവർ നിങ്ങൾ ലേണിംഗ് GNM വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് A to Z സെർച്ച് ഫെസിലിറ്റി. സോ സെർച്ച് ഫെസിലിറ്റിയിൽ A to Z എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗോ ദെയർ, യു ക്ലിക്ക് ഓൺ പാർക്കിൻസൺ, then you will be led to read the corresponding portion in a very understandable way. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇനി ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടേം, ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെക്നിക്കൽ ടേം മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനകത്ത് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. ദാറ്റ് വിൽ ബി ഹൈലൈറ്റഡ്, ഹൈപ്പർ ലിങ്ക്ഡ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ലെഡ് ടു മോർ റിലേറ്റഡ് റീഡിങ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പൊ അങ്ങനെ അതും വായിക്കാം, ഇത് വായിക്കാം, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇപ്പോൾ മലയാളമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലാംഗ്വേജുകൾ, ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ്, എനി ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പൊ ഇതിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, അന്ന് ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അന്ന് ട്രാൻസ്ലേഷൻസ് വെർ വെരി സ്കാൻറ്റി. ഇന്ന് അതെല്ലാം അവൈലബിൾ ആണ്. Therefore, there is a lot of facilities for spreading this knowledge. So by making use of these facilities, we are also hopeful and very optimistic, very hopeful that we also will be able to do our execute our mission of spreading this knowledge. Okay, anyone? ഇവിടെ എന്നെ ശ്രമിക്കുന്ന ഇത്രയും പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള അറിവുകൾ പങ്കുവെക്കണമെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. യുവർ എക്സ്പീരിയൻസ്, യുവർ ഓൺ വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ വി വിൽ ബി ഗിവിംഗ് യു ചാൻസ് ഫോർ പ്രസന്റിങ് ഡ്യൂറിങ് അവർ ഡോക്ടർ ദേവാനന്ദ് ആദ്യം ചോദിച്ചായിരുന്നു, ഗ്ലോബൽ GSK ഈസ് ഗോയിങ് ടു സെലിബ്രേറ്റ് ഇറ്റ്സ് 9th anniversary. ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, വി ആർ ഫോർച്ചുനേറ്റ് ടു ഹാവ് ഇറ്റ് being celebrated in Kerala, but unfortunately എന്ന് പറയുന്നില്ല, കുറച്ചുകൂടെ ഹാപ്പിയാണ്. It is going to be celebrated in the central part of India, most probably in Mumbai. Mumbai ഒരു homeopathy college has come forward to host this event in their own auditorium. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല, നമ്മൾ 2022 തോന്നുന്നു നമ്മൾ നാസിക് കോളേജില്, നാഷണൽ ഹോമിയോപ്പതി കോളേജിൽ ആണ് ഞങ്ങൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. സോ നെക്സ്റ്റ് സെലിബ്രേഷൻ ഓൾസോ വിൽ ബി ഫിസിക്കൽ. ആൻഡ് അതേ സമയത്ത് നമ്മളൊരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ് GHK അല്ലെ GNM ഡേ സെലിബ്രേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി മന്ത് ഓഫ് മെയ്, ബിക്കോസ് May 17th is the birthday of Dr. Hammer, and birthday of Dr. Hammer നമ്മൾ ഹനിമാൻസ് ബർത്ത്ഡേ ഹോമിയോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ്, വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് ഞാൻ അതിൽ അപ്ലൈ ചെയ്തതാണ്. വേൾഡ് GNM ഡേ എന്ന് പറയുന്നത് തുടങ്ങിയതും ഞങ്ങളുടെ സംഘടന തന്നെയാണ്. അതുകൊണ്ട് അത് നടപ്പിലാകും. മെയ് മാസത്തിലാണത്. ഇപ്പോൾ ജാനുവരി 25-26 മിക്കവാറും മുംബൈയിലാണ്. നമ്മൾ നാളെ കഴിഞ്ഞ് അതിൻ്റെ തീരുമാനമെടുക്കുക. അതിനുശേഷം ഞാൻ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാം. അതിനുശേഷം നിങ്ങളെല്ലാം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോളൂ, ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തോളൂ. എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ് മുംബൈയിലെ പ്രോഗ്രാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ. ഡോക്ടർ ശശി, നിങ്ങൾ പറയാണ്ടേ പറഞ്ഞോളൂ.
ഡോക്ടർ ദേവാനന്ദ്? ഡോക്ടർ, നോൺ ഹോഷ്കിൻസ് ലിംഫോമ പലപ്പോഴും കേരളത്തിലെ മറ്റു വിദേശങ്ങളിലൊക്കെ അതിനെ പലപ്പോഴും ക്യാൻസർ അല്ല എന്ന് പറഞ്ഞാണ്, അത് സാരമില്ലെന്ന് പറഞ്ഞ് ചികിത്സിക്കും. പക്ഷേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ അതിന് കീമോതെറാപ്പി നടത്തി അത് ഗുരുതരാവസ്ഥയിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കേരളത്തിൽ മാത്രം NHL. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഏത് ട്യൂമറും ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള ഒരു ബോധം ഈ ജനങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളിപ്പം ഇത് ഇവിടെ പറയാൻ കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ജോവി ജോസഫിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് കേരളത്തിൽ. എന്തുകൊണ്ടാണ് നടക്കുന്നത്? കാരണം ഈവൻ ദി പാർട്ടി, ദി പേഷ്യന്റ് എന്ന് പറയുന്നത് സോ കോൾഡ് ലേഡി ഹെർസെൽഫ് ഹാഡ് ദി കൺവിക്ഷൻ ദാറ്റ് സ്മോൾ ഗ്രോത്ത്, whatever it is, lump or that fibroid, that should not be allowed to continue in the breast എന്നുള്ളത് കൊണ്ടാണ് she went for operation. അത് ഈക്വലി ഡോക്ടർമാർ മാത്രമല്ല, ഒരു രോഗിയെ കിട്ടാനായിട്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു രോഗി എൻ്റെ ബ്രസ്റ്റ് മുറിച്ചു കളയണം, അല്ലെങ്കിൽ ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ക്യാൻസറായിട്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ പേടിയുള്ള ഒരാൾക്ക് ഒരു ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോമ അല്ലെങ്കിൽ ഒരു ഫൈബ്രോ അഡിനോമ ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് ഡക്ടൽ കാർസിനോമ എന്ന് പറയുന്നതായിരിക്കും. സോ ഡക്ടൽ കാർസിനോമ ഇതാണ്, ഫൈബ്രോ അഡിനോമ അല്ല അഡിനോമ എന്ന് പറയുന്നത് ഇതാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി a lady come out of freedom from the fear of diseases. There is no such thing called cancer. ലംബിന് മീനിങ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ അടുത്ത് ആദ്യമേ ഒരു റോങ് ആയിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നു, അവരെ പ്രിപ്പയർ ചെയ്യുന്നു. കാരണം ഏത് ട്യൂമറും ക്യാൻസർ ആയേക്കാമെന്ന് പറയുന്നു, ഈ ലോകത്തിലുള്ള എന്തും കാർസിനോജനിക്കാകാമെന്ന് പറയുന്നു. നിങ്ങൾ അലുമിനിയം ഭക്ഷണം അത് കഴിച്ചാൽ മതി, അതിൽ അടുത്തിരിക്കുന്ന ഒരുത്താൾ സ്മോക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിങ്ങളുടെ പറമ്പിലിട്ട് കത്തിച്ചാൽ മതി, നിങ്ങൾക്ക് ക്യാൻസർ ആകാം എന്ന് പറയുന്ന ഒരു ലോകത്തില് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല എന്നും, there is only tumor, there is ulcers, അതിന് പ്രത്യേക കാരണമുണ്ടെന്നും ഒരു ശാസ്ത്രം പറയുമ്പോൾ അത് നിങ്ങളത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മളത് അറിവ് നേടിയവരാണെങ്കിൽ നിങ്ങൾ ആ അറിവ് ഷെയർ ചെയ്യണം. അങ്ങനെ ഒത്തിരി പേരെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഡോക്ടർ അനിതയ്ക്ക് വീണ്ടും നന്ദി പറയുകയാണ്. കാരണം ഡോക്ടർ അനിതയുടെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് അന്നേരം തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ അനിതയുടെ കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ ഗ്ലോബൽ GSK എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുള്ള അനുവാദം ഡോക്ടർ അനിത തന്നിട്ടുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങളുടെ ടെക്നിക്കൽ ടീം. അത് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ഓൾസോ കം അപ്പ്. അപ്പോൾ ഡോക്ടർ ശശിയുടെ ക്ലാസ്സും ഡോക്ടർ വർഗീസിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഗ്ലോബൽ GSKയുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ഈ പറയുന്ന ഡോക്ടർ അനിതയുടെ യൂട്യൂബ് ചാനലിലുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യാം. ബിക്കോസ് ദീസ് ആർ ഓൾ ഡെയിലി ഡേ ടു ഡേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവരും തിരക്കാണ്, ആർക്കും ഫ്രീ ടൈം ഇല്ല, എങ്കിലും മറ്റു പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസവും ലേശം ഒരു പരോപകാരം എന്നുള്ള നിലയിൽ ചെയ്യാനായിട്ടൊരു അപേക്ഷയാണ്. അതൊക്കെ നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. വളരെ 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 പ്രോത്സാഹനം തരുന്ന ഡെവലപ്മെന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുമായിട്ട് അന്നേരം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പ്രതീക്ഷിക്കുകയാണ്. റെസ്പോൺസ് ബൈ ദി വേ ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് അതേഴ്സ്. ഓക്കെ, ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. 10:15 അതെ, ശരി സാറേ. ലാസ്റ്റ് ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആനി ജോൺ, യെസ് ആനി ജോൺ അൺമ്യൂട്ട് ചെയ്തോളൂ. പറ്റുമെങ്കിൽ വീഡിയോ കൂടെ ഒന്ന് ഓൺ ചെയ്തോളൂ. ആനി ജോൺ തോപ്പിലാണോ? ഡോക്ടർ ആനി ജോൺ ഹാൻഡ് റൈസ്, സോറി അത് ക്ലാപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു. സോ ആനി ജോൺ എൻ്റെ സീനിയർ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ആനി ജോൺ തോപ്പിലല്ല, ഇത് ആനി ജോൺ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ. താങ്ക് യു ആനി. ആനിയുടെ ക്ലാപ്പ് ചെയ്ത് കൺഗ്രാജുലേറ്റ് ചെയ്യുക ചെയ്തു. താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ അനിത. ഡോക്ടർ ലേണിംഗ് GNM.com A to Z എടുത്താൽ കൂടുതൽ രോഗങ്ങളും പരിഹാര മാർഗങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. താങ്ക് യു.
മിനു ടീച്ചർ നമ്മുടെ വലിയൊരു സ്ട്രോങ് അഡ്വക്കേറ്റ് ആണ്. മിനു ടീച്ചർ മഞ്ചേരിയിലുള്ള ഒരു സ്കൂളിലെ ടീച്ചറാണ്. ആ ടീച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അവിടുത്തെ സ്റ്റാഫിന് തന്നെ എന്തെങ്കിലും അസുഖം വന്നാലോ ആ സ്റ്റാഫിനെ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ തൊട്ടടുത്ത് വിളിച്ചിരുത്തി എന്താ നിങ്ങളുടെ പ്രശ്നം, തലകറക്കമാണോ? സോ തലകറക്കത്തിൻ്റെ ഇംഗ്ലീഷ് നോക്കിയിട്ട് വെർട്ടിഗോ എന്താണെന്ന് ഇമ്മീഡിയറ്റ്ലി പഠിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഫിയർ ഓഫ് ഫാളിങ് ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവിന് ആ ഫാമിലി മുഴുവനും, കാരണം പുള്ളിയും മിസ്റ്റർ ഹനീഫ് ഹസ്ബൻഡ് 2 മക്കള് അവരുടെ എല്ലാം ഈ പറയുന്ന ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തിൽ ധാരാളം ഫ്രണ്ട്സ് എനിക്ക് പേഷ്യൻസ് ആയിട്ട് വരാറുണ്ട്, പേഷ്യൻസിനെ റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഈ മേഖലയിൽ സർവീസ് ചെയ്യുന്ന ഒരു ആളാണ് മിനു ടീച്ചർ. താങ്ക് യു. ഇപ്പോൾ A to Z എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാളത്തിലും നിങ്ങൾക്ക് ഓരോ രോഗങ്ങൾ വായിക്കാമെന്നുള്ളതാണ് പറയുന്നത് ചുരുക്കം. ഓക്കെ, ഇപ്പോൾ സമയം ഒത്തിരി ആയതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും ഫാരിങ്സ് ആണെന്ന് തോന്നുന്നു. ഫാരിങ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ വായിക്കണം. കഴിഞ്ഞു പോയ ക്ലാസ്സിനെ കുറിച്ച് വായിക്കാം, അല്ലെങ്കിൽ ഈ ഫാരിങ്സിനെ കുറിച്ച് മുൻകൂട്ടി വായിക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ക്ലാസ്സിൽ പോകാൻ. ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാം. ഇനി അടുത്ത ദിവസം ടീച്ചർ ഇന്ന ക്ലാസ് ആണ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. ബോത്ത് ആർ വെരി ബെനിഫിഷ്യൽ, useful. Thank you, one and all. Bye. Good night. Thank you, sir. Thank you for a wonderful session. Thank you all. Good night.